കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ തോന്നലൊരു മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കുക കേട്ടോ. റെക്കോർഡിങ്സ് ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല, ഓക്കെയാണ്. ഓക്കെ ഓക്കെ. വലിയൊരു വീഡിയോ മോഡൽ വരിട്ടോ. കഴിഞ്ഞ ആഴ്ച കുറേ ആളുകൾ വീഡിയോ മോഡൽ വന്നിരുന്നേ. സാറ് നല്ല വൈബ്രന്റ് ആയി ക്ലാസ് എടുത്ത് കുറേ ആളുകൾക്ക് കണക്ട് ആയി അറിയിച്ച സെഷൻ ആയിരുന്നു. ഈ ആഴ്ച ആരെയും കാണുന്നില്ല. ഞാനും മുർഷി അഫ്സൽ സാറ് മാത്രമേ ഉള്ളൂ. പറ്റുന്നവരൊക്കെ വരിട്ടോ വീഡിയോ മോഡല്. വേറെ ബുദ്ധിമുട്ട് തിരക്കൊന്നുമില്ല എങ്കിൽ നമ്മൾ എന്നും പറയുന്ന പോലെ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ടെൻഡൻസി ഉണ്ടാവും അറിയാതെ വെറുതെ ഡിസ്ട്രാക്റ്റഡ് ആയി പോവാൻ. അപ്പൊ അത് ഒഴിവാക്കാനാണ് വീഡിയോ മോഡിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കണക്ഷൻ കിട്ടും. നിങ്ങളുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷനും കാര്യങ്ങളും ചേർന്നാലും വാച്ച് ചെയ്യാമല്ലോ. ഇത് നമ്മളൊന്നുകൂടെ കണക്ട് ചെയ്യിപ്പിക്കാനും കൂടുതൽ എക്സാമ്പിൾസ് പറയാനൊക്കെ അത് യൂസ്ഫുൾ ആവും. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രമിക്കുക. വീഡിയോ മോഡിൽ ഇരുന്നവർക്ക് അറിയാം അതിന്റെ ബെനിഫിറ്റ് എന്താവുന്നില്ല. അപ്പൊ ഇനിയും കുറേ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അഫ്സൽ സർ അടിപൊളിയായി തന്നെ എങ്ങനെയാണ് മടി മാറ്റി വെച്ചിട്ട് നമുക്ക് അടിപൊളിയാവാന്നില്ല ഉഷാറായിട്ട് പറഞ്ഞൊരു സേനെ വെൽക്കം ചെയ്യണം. കൂടെ തന്നെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും വെൽക്കം ചെയ്യണം കേട്ടോ. നിങ്ങളൊക്കെ അടിപൊളി ആൾക്കാരാണ്. അതുകൊണ്ടല്ലേ എല്ലാ തിരക്കുണ്ടായിട്ടും ആ ഒരു വലിയൊരു മടിനെ മാറ്റി വെച്ചിട്ടല്ലേ ഇപ്പൊ നിങ്ങൾ ഇതിന് ജോയിൻ ചെയ്തിട്ടില്ലേ. അപ്പൊ എങ്കിലും മടി മാറ്റി വെക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനെ കുറിച്ച് കൂടുതൽ അറിയാനില്ല. സാർ എന്തായാലും പറഞ്ഞോരും. സാറിനെ വെൽക്കം വെൽക്കം ചെയ്യണം. വെൽക്കം സാർ. താങ്ക് യു മിസ്ന, താങ്ക് യു സോ മച്ച്. ഏതായാലും മുർഷിദ ഇങ്ങനെ ഇങ്ങനെ തുറച്ചു നോക്കുന്ന എക്സാം ഒക്കെ കഴിഞ്ഞതിന്റെ ആ ഒരു ഇതൊക്കെ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരിട്ടോ. നമുക്ക് എല്ലാവരും പല ആളുകൾ ആഗ്രഹിക്കുകയാണ്. നമ്മള് മറ്റേ ഇസാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ചെറിയ മോന്റെ ഒരു ബ്ലോഗ് കാണാറുണ്ടല്ലോ. ഇങ്ങനെ പ്ലാനിങ് ഡെയിലി നടക്കുന്നുണ്ട്, പ്ലാനിങ് ഡെയിലി നടക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഏതായാലും ഇന്ന് ഒന്നും കൂടെ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഇവിടെ അവരുടെ സമയം മാറ്റി വെച്ച് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരോടും താങ്ക് യു സോ മച്ച്. വിത്ത് ദി ഹോൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ് വി സ്റ്റാർട്ട്. 39 ആഴ്ചകളായിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് തന്നെ ഈ 39 ആഴ്ചകൾ തന്നെ ഈ പ്രൊക്രാസ്റ്റിനേഷൻ കാണിക്കാതെ നീട്ടിവെക്കാതെ എല്ലാ ആഴ്ചയും എടുത്ത എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് 38 ആഴ്ച എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ആ രീതിയിൽ 38 ആഴ്ചകളോളായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോരുന്ന ഒരു പ്രോസസ്സാണ്. വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകളെ കുറിച്ച് ഞാൻ മാത്രമല്ല, നമ്മുടെ ടീം മെമ്പേഴ്സും അതേപോലെ നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഒക്കെ ഇവിടെ ഒന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചോദിക്കും പോലെ തന്നെ അവിടെ ഒരു സമീറ എന്ന് പറഞ്ഞ ആളെ വീഡിയോ മോഡിൽ കാണുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. വേറെ ഒരാൾ വന്നിരുന്നല്ലോ, ഫാത്തിമ സുഹറ എന്നൊക്കെ പറഞ്ഞ ഒരാൾ വീഡിയോ മോഡിൽ കണ്ടിരുന്നു. പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരിട്ടോ. ഒന്ന് ഇന്ററാക്റ്റീവ് ആയിട്ട് സംസാരിക്കായിരുന്നു, അതുകൊണ്ടാണ്. മുർഷിദ് പറഞ്ഞപ്പോ പോയിക്കാനോ. ഓക്കെ, മുഹസിൻ സാർ വന്നിട്ടുണ്ട്, താങ്ക് യു. ഏതായാലും നമ്മൾ സാധാരണ ചോദിക്കും പോലെ തന്നെ ഓരോരുത്തരും ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണെന്ന് ഒന്ന് താഴെ കമന്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് താഴെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ പുതിയ കുറെ ആൾക്കാരെ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഒന്ന് പരിചയപ്പെടാലോ വിചാരിച്ചിട്ടാ. നിയാസ് എന്ന് പറഞ്ഞ ആളെ വീഡിയോ മോഡിൽ കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് സമീറ എറണാകുളം, ഫാത്തിമത്ത് സുഹറ കാലിക്കറ്റ്, ഷാഹിദ ഷമീർ കാലിക്കറ്റ് അല്ല പാലക്കാട്, അഫ്സൽ കൊല്ലം, നിയാസ് മലപ്പുറം. അതിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ജില്ലകളിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ മിസ്ന. നമ്മൾ സാധാരണ കോഴിക്കോട് മലപ്പുറം ഒക്കെ സാധാരണ ദേവകൃഷ്ണ തൃശ്ശൂർ, ദേവകൃഷ്ണ മുന്നേ കണ്ടിട്ടുണ്ട്, തൃശ്ശൂർ. ഏതായാലും താഴെ മെൻഷൻ ചെയ്തവരോട് താങ്ക് യു സോ മച്ച് ഫോർ റെസ്പോണ്ടിങ്. നമ്മള് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യാൻ പോവാണ്. കാരണം നമ്മളെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരാണ്. പല സ്ട്രെസ്സും ടെൻഷനും അല്ലെങ്കിൽ പല അച്ചീവ്മെന്റ് നേടിയെടുത്തതിന്റെ ഒരു ആഘോഷവും പല രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇമോഷൻസിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരായി. അപ്പൊ ഒന്ന് ഇമോഷൻസ് ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ എല്ലാവരെയും സെയിം ഒരു നമ്മൾ പറയാറില്ലേ, എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ മുന്നിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു അറിവ് കിട്ടുമോ എന്നുള്ളൊരു രീതിയിൽ നമ്മളൊരു എം ടി കപ്പ് ആയിട്ട് ഇരിക്കുക എന്ന് പറയല്ലോ. ഫുൾ കപ്പിൽ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൽ പുതിയൊരു കുറച്ചും കൂടെ വെള്ളം അതിൽ ഒഴിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല. അത് പകരമായിട്ട് ജസ്റ്റ് ഒന്ന് എം ടി കപ്പ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അതേപോലെ ഒരു ഹ്യൂമൺ ആയിട്ട് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ഇത്രയും കാലങ്ങളുടെ ഇത്രയും പ്രായത്തിനിടയിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് വിദ്യാഭ്യാസവും അതേപോലെ ജീവിതത്തിൽ ഒരുപാട് അറിവുകൾ നേടിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ആരെയും ജഡ്ജ് ചെയ്യാനിരിക്കുന്നതിന് പകരം ഒന്ന് എന്തെങ്കിലും ഒരു പുതിയ കാര്യം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് അത് എന്റെ ലൈഫിൽ അപ്ലൈ ചെയ്യാലോ എന്നുള്ള രീതിയിൽ ഒന്ന് ഇരിക്കാൻ ശ്രമിക്കാം. മുർഷിദ ഇസ് ബാക്ക്, താങ്ക് യു. ഏതായാലും ഐഷ ഹിസ മലപ്പുറം,
ഏതായാലും നമ്മള് ജസ്റ്റ് ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യാല്ലേ? എല്ലാവരും റെഡി അല്ലേ? മെഡിറ്റേഷൻ ചെയ്യാൻ റെഡി ഉള്ളവരൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇരുന്നാൽ മതി. ആദ്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഒരു ആൾക്കാരൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്നവരായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇടത് കൈക്ക് മുകളിൽ വലത് കൈ ചേർത്ത് വെച്ചിട്ട് തള്ളവിരൽ കൂട്ടിമുട്ടിച്ചിരിക്കുക. അത് നിങ്ങൾ ഭയങ്കര കൺസ്ട്രെയിന്റ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് ഇരിക്കൊന്നും വേണ്ട. സിമ്പിൾ ആയിട്ട് എവിടാണോ ഇരിക്കുന്നത് അവിടെ ഒന്ന് ചാരി ഇരിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാം. ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കുക കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെറിയൊരു മെഡിറ്റേഷൻ ആയിരുന്നു. ഇന്ന് കുറച്ച് നോർമലി ചെയ്യുന്ന തന്നെ. റെഡി ആയിട്ടുള്ളവരൊന്ന് താഴെ റെഡിന്നോ അല്ലെങ്കിൽ യെസ് എന്നോ ഓക്കേന്നോ എന്തെങ്കിലും ഒന്ന് മനസ്സിലായി. ജസീല റെഡി പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ ആരോ ഒന്ന് പോയല്ലോ. ഫാത്തിമത്ത് സുഹറ റെഡി. മുഹസിൻ ഓക്കെ. ഓക്കെ താങ്ക് യു കേട്ടോ. സമീറ റെഡി. ഓക്കെ സമീറ റെഡി. അത് മറ്റേ നമ്മളെ നടിന്റെ പേരായല്ലോ. ഓക്കെ നമ്മളിപ്പോ അതിലേക്ക് നോക്കാം. നമ്മളേതായാലും മെഡിറ്റേഷനിലേക്ക് നോക്കാം. ഓക്കെ ഏതായാലും എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക കേട്ടോ. ചെറിയൊരു മ്യൂസിക് ഉപയോഗിക്കാം. മ്യൂസിക് ഓക്കെ ആണോ? കണ്ണുകൾ അടച്ച് ആയിരിക്കാം. ഇടതു കൈക്ക് മുകളിൽ വലതു കൈ ചേർത്ത് ഒരു ഊർജബന്ധം സ്ഥാപിക്കും. മെല്ലെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. നിങ്ങൾക്കിപ്പോൾ ദീർഘശ്വാസം എടുത്തുവിടാവുന്നതാണ്. Breathe in, hold on, and breathe out. Breathe in, hold on, breathe out. ശ്വാസം മൂക്കിലൂടെ ഉള്ളോട്ടെടുക്കുക, വായിലൂടെ പുറത്തേക്ക് വിടുക. Breathe in, breathe out. ഓരോ തവണയും ശ്വാസം മൂക്കിലൂടെ ഉള്ളോട്ടെടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു സ്വർണ്ണ നിറത്തിലുള്ള വെളിച്ചം നിങ്ങളുടെ ശരീരത്തിലാകെ പ്രയോഗിക്കണം. അതുപോലെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള ദുഷിച്ച ചിന്തകളും മോശമായ സാഹചര്യങ്ങളും ദേഷ്യം, വെറുപ്പ്, അസൂയ തുടങ്ങിയ മോശം ആശ്വാസത്തിലൂടെ കറുത്ത പുകയായി തറയിൽ പതിക്കുകയാണ്. Breathe in, hold on, and breathe out. ശരീരമാകെ ഒരു പ്രകാശം പരക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹൃദയത്തിൽ നിന്ന് ഒരു വെളുത്ത പ്രകാശം പതിക്കും. ഓരോ ശ്വാസം എടുക്കുമ്പോഴും അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ രക്തഞരമ്പുകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തത്തിലേക്ക് ഓരോ അവയവങ്ങളിലൂടെ
ആ രക്തം ഓരോ നിമിഷത്തിലും പൂർവാധികം ശക്തിയോടെ breathe in, hold on and ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്രമത്തിലാണ്. മെല്ലെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകുക. ആദ്യമായി ഇന്ന് കിടന്നുറങ്ങി എഴുന്നേറ്റ നിങ്ങളുടെ ബെഡിന് നന്ദി പറയൂ. നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ നിങ്ങളുടെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും പൂർവാധികം ശക്തിയോ നിങ്ങളുടെ കാണാനുള്ള കഴിവിന് നന്ദി പറയൂ. കേൾക്കാനുള്ള കഴിവിന് നന്ദി പറയുക. രസിക്കാനുള്ള കഴിവിന് നന്ദി പറയുക. രുചിക്കാനുള്ള കഴിവിന് നന്ദി പറയുക. അവസാനമായിട്ട് നിങ്ങൾ കഴിച്ച ഭക്ഷണം ഒന്ന് ഓർത്തെടുക്കുക. ആ ഭക്ഷണത്തിന് നന്ദി പറയുക. ഓരോ കാര്യങ്ങളും തൊട്ട് മനസ്സിലാക്കാനുള്ള കഴിവിന് നന്ദി പറയുക. നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും നന്ദി പറയുക. നിങ്ങളുടെ തലച്ചോറ്, ഹൃദയം, നിങ്ങളുടെ കിഡ്നി, നിങ്ങളുടെ ലങ്സ്, വൻകുടൽ, ചെറുകുടൽ, നിങ്ങളുടെ കൈകളും കാലുകളും, നിങ്ങളുടെ ശരീരത്തിലെ ദഹനേന്ദ്രിയങ്ങൾക്കും എല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ ഓരോ ദിവസവും കിടന്നുറങ്ങുന്ന നിങ്ങളുടെ വീടിന് നന്ദി പറയുക. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്ദി പറയുക. നിങ്ങളുടെ അച്ഛൻ, അമ്മ, ഉപ്പ, ഉമ്മ, അവർ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലത്തിനിടെ ചെയ്തു തന്ന പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് ഓർത്തെടുക്കുക. ചെറിയൊരു പിഞ്ചു കുഞ്ഞായിരുന്ന സമയത്ത് നമുക്ക് വേണ്ടതെല്ലാം തന്ന് നമ്മളെ കാലത്തെ എല്ലാ അപകടങ്ങളിൽ നിന്നും, വിശപ്പിൽ നിന്നും, നമുക്ക് വേണ്ട ജീവിതത്തിൽ ആവശ്യമായ വിദ്യാഭ്യാസവും തുടങ്ങി എല്ലാ അനുഗ്രഹങ്ങളും ജീവിതത്തിലേക്ക് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്ത് നമുക്ക് വേണ്ടി ആ ജീവിതം മാറ്റിവെച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുക. മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ കൈവച്ച് ആ ഹൃദയത്തിൽ തൊടുന്ന നിമിഷത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിതത്തിൽ ചെയ്തു തന്ന ഓരോ കാര്യങ്ങളും മനസ്സിലേക്ക് കൊണ്ടുവരാം. പല സന്ദർഭങ്ങളിലും ചെറിയ തെറ്റുകളും ചെറിയ ദേഷ്യവും കാര്യവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എത്ര തന്നെ എടുത്താലും ഇല്ലാത്തത്ര അനുഗ്രഹങ്ങൾ
സഹായങ്ങൾ അവരുടെ ഭാഗത്ത് നമുക്കുണ്ടായി. അതിന് നന്ദി പറയുക. നിങ്ങളുടെ മറ്റുള്ള കുടുംബക്കാർക്ക് നന്ദി പറയുക. നിങ്ങളുടെ ഭാര്യ, കുട്ടികൾ, സഹോദരി സഹോദരന്മാർ തുടങ്ങി എല്ലാ കുടുംബക്കാർക്കും നന്ദി പറയുക. നിങ്ങളുടെ ജീവിതത്തിലെ കൂട്ടുകാർക്ക് നന്ദി പറയുക. നിങ്ങളെ ഇത്രയും കാലത്തിനിടയിൽ വിദ്യ അഭ്യസിച്ച ടീച്ചർമാരുണ്ട്. ആ ടീച്ചർമാർക്ക് നന്ദി പറയുക. നിങ്ങൾക്ക് ഇത്രയും കാലത്തിനിടയിൽ നേടിയെടുക്കാൻ സാധിച്ച വിദ്യാഭ്യാസത്തിന് നന്ദി പറയുക. എത്ര ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ആ ചെറിയ വിദ്യാഭ്യാസമാണെങ്കിലും നേടിയെടുക്കാൻ സാധിച്ചതിന്, അതിന് സഹായിച്ച നിങ്ങളുടെ മാതാപിതാക്കളും ടീച്ചർമാരും, അതിന് നിങ്ങൾക്ക് കഴിവ് തന്ന നിങ്ങളുടെ ദൈവത്തോടും നിങ്ങളുടെ സൃഷ്ടാവിനോടും നന്ദി പറയുന്നു. നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത ജോലികൾ, ബിസിനസ്സുകൾ തുടങ്ങിയ എല്ലാത്തിനും നന്ദി പറയുക. നിങ്ങളുടെ വീട്ടിലെ വാഹനങ്ങൾക്ക് നന്ദി പറയുക. ബൈക്ക്, കാറ് തുടങ്ങിയ എല്ലാ വാഹനങ്ങൾക്കും നന്ദി പറയുക. നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. ആ യാത്രകൾക്ക് നന്ദി പറയുക. നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും കൂട്ടുകാരോടൊപ്പവും ഒറ്റയ്ക്കും ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. ആ യാത്രകൾ ചെയ്ത സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന സന്തോഷവും സമാധാനവും ഒന്നുകൂടെ നിങ്ങൾ ഒരു ടെൻഷനും അറിയാതെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടു കൂടെ പുഞ്ചിരിച്ച ആ നിമിഷങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ജീവിതത്തിൽ പലരും നിങ്ങളെ അഭിനന്ദിച്ചിട്ടുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യന്മാരെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങളും ജീവിതത്തിൽ ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ സ്വപ്നങ്ങളാണെന്ന് തിരിച്ചറിയുമ്പോൾ, ഒരു കുപ്പി വെള്ളം പോലും വാങ്ങിക്കുടിക്കാൻ കഴിവില്ലാത്ത മനുഷ്യർ ജീവിക്കുന്ന ഈ ഒരു ലോകത്ത് ഇത്രത്തോളം അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതത്തിലെ അനുഗ്രഹങ്ങളിലേക്ക് നോക്കാതെ ഇത്രയും കാലം ജീവിച്ചതിന് നിങ്ങളുടെ സൃഷ്ടാവിനോട് മാപ്പപേക്ഷിക്കുക. നിങ്ങളുടെ ദൈവത്തോട് മാപ്പപേക്ഷിക്കുക. ഇത്രയും കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ഓരോ നിമിഷത്തിലും കിട്ടുന്ന അനുഗ്രഹങ്ങൾ മാത്രം എണ്ണിയാൽ തീരാത്തത്ര ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ കൈവച്ച് നിങ്ങളുടെ പിതാവിനോട്, നിങ്ങളുടെ മാതാപിതാക്കളോട്, നിങ്ങളുടെ ജീവിതത്തിലുള്ള മനുഷ്യരോട്, നിങ്ങളെ സഹായിച്ച മനുഷ്യരോട് നന്ദി പറയുക. നിങ്ങൾ കൂടുതൽ സന്തോഷമുള്ള ആളുകളാകും. നിങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണ തൃപ്തി അനുഭവപ്പെടുന്നു. മെല്ലെ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഒരു ദീർഘശ്വാസം എടുത്തുവിട്ട് ചെറു പുഞ്ചിരിയോടെ കണ്ണുകൾ തുറക്കാം.
മെഡിറ്റേഷൻ കണക്ട് ആയിരുന്നോ? നേരത്തെ വീഡിയോ മോഡിൽ ഉണ്ടായിരുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരാം. സത്യൻ സാർ വന്നിട്ടുണ്ട്, താങ്ക് യു സാർ. പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരും. നമ്മൾ ഇന്ന് ജസ്റ്റ് ചെയ്തത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ആണ്. ആദ്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ മനസ്സിന് ഒന്നും കൂടെ ക്ലാരിറ്റി കിട്ടാനും കോൺസെൻട്രേഷൻ വർദ്ധിപ്പിച്ചെടുക്കാനും മെമ്മറി പവർ വർദ്ധിപ്പിച്ചെടുക്കാനും അതേപോലെ നമ്മളുടെ ജീവിതത്തിൽ സ്ട്രെസ് റിലീസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു മെഡിറ്റേഷൻ. ഡെയിലി ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നാജിയ, അനസ്, ഒരുപാട് ആൾക്കാർ വീഡിയോ മോഡിൽ വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ ഒന്ന് പിൻ ചെയ്യട്ടെ. ഫാത്തിമ സൂർ ഉണ്ട്, താങ്ക് യു. അനസ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ ലൈവായി. ഇപ്പൊ എല്ലാവരും വീഡിയോ മോഡിൽ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. താങ്ക് യു സോ മച്ച് സാർ എല്ലാവരോടും. നിയാസ് ഭായ് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് ടോപ്പിക് വെച്ചിരുന്നത് നമ്മളിങ്ങനെ നീട്ടി വെക്കുന്ന സ്വഭാവമല്ലേ. ഇപ്പം ഞാൻ ആദ്യം എല്ലാവരും ഒറ്റൊരു കാര്യം എഴുതണം കേട്ടോ. ഒറ്റൊരു കാര്യം. ഇപ്പൊ ഇന്ന് ടോപ്പിക് ചില ആൾക്കാർ ടോപ്പിക് കണ്ടിട്ട് വന്നതായിരിക്കാം, എന്താ അവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി. ചില ആൾക്കാർ റാൻഡം ആയിട്ട് നോർമലി എല്ലാ ആഴ്ചയിലും കയറുന്ന രീതിയിൽ വന്നതുമായിരിക്കാം. പക്ഷെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു റിമൂവ് അല്ലെങ്കിൽ ഹൗ ടു ഗെറ്റ് റിഡ് ഓഫ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. നമ്മളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ നാളെ ചെയ്യുക, നാളെയാണ് നമ്മൾ ലോട്ടറി ഒക്കെ വെക്കുന്ന രീതിയിൽ ഇങ്ങനെ നീട്ടി വെച്ച് കൊണ്ടുപോകുന്ന ഒരു ഹാബിറ്റ് ഉണ്ടല്ലോ പല മനുഷ്യന്മാർക്കും, പല ആളുകൾക്കും. നമുക്ക് എല്ലാവരും, എനിക്ക് അടക്കം ഉണ്ടായിരുന്ന ഒരു ഹാബിറ്റ് ആയിരുന്നു. അതെങ്ങനെയാണ് നമ്മൾക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും, ആ ഒരു ഹാബിറ്റിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഓരോരുത്തരും എന്ത് കാര്യമാണ് നോർമലി നീട്ടി വെക്കാറെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒന്ന് എഴുതി വെക്കുക. മീൻസ് നിങ്ങളുടെ മുന്നിൽ പെന്നോ പേപ്പറോ ഉണ്ടെങ്കിൽ ഇനി അതിനായിട്ട് പോയി തേടി പോകുമെന്ന് വേണ്ട, അടുത്ത എവിടെങ്കിലും പെന്നും പേപ്പറും ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്ത് കാര്യമാണ് നിങ്ങൾ ഡെയിലി നീട്ടി വെക്കാറ്, വാട്ട് എന്ന് ആ ഒരു ചോദ്യം, എന്ത് കാര്യമാണ് പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യാറെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിൽ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് നമ്മൾ അത് നീട്ടി വെക്കുന്നത് എപ്പോഴെങ്കിലും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മളെ സോഷ്യൽ മീഡിയ നോക്കാൻ കുറച്ചും കൂടെ സുഖമാണ്, വേറെ എഫേർട്ട് ഒന്നുമില്ല. നേരെ എടുക്കുക, ഇൻസ്റ്റാഗ്രാം എടുക്കുക, തുറക്കുക, തോണ്ടുക, എന്ത് സുഖ, ഒരു ചെലവുമില്ല, ഒരു ദേഹം അനങ്ങണ്ട, ശരീരം അനങ്ങണ്ട, മനസ്സനങ്ങണ്ട, നേരെ ഇരിക്കുക, നല്ല സുഖമാണല്ലോ അല്ലെ. നമ്മൾ പല ആളുകളെയും നമ്മൾ വിചാരിച്ച രീതിയിലുള്ള പല ടാസ്കുകളും ഡെയിലി ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു കാര്യം എന്താണ്? നമ്മൾ സോഷ്യൽ മീഡിയനാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയനാണ്. നമ്മളിപ്പം പൊതുവെ ചില ആൾക്കാർ നാളെ മുതൽ, നിങ്ങൾ കേട്ടില്ലേ, ഈ പൊതുവെ 1-ാം തീയതിയാണ് എല്ലാ ജിമ്മിലും നല്ല വരുമാനം കിട്ടുന്ന സമയം. മീൻസ് ഈ വരുന്ന പ്രത്യേകിച്ച് ഒരു ഇയറിന്റെ സ്റ്റാർട്ടിങ് ഒക്കെ ആണെങ്കിൽ പൊതുവെ ജിമ്മിൽ ഉണ്ടാവും, മാർഷ്യൽ ആർട്സിൽ ഉണ്ടാവും, വേറെ എന്തെങ്കിലും ട്രെയിനിങ്ങുകൾ ഉണ്ടെങ്കിൽ അതിലുണ്ടാവും. ഭയങ്കര ആൾക്കാരായിരിക്കും, ഭയങ്കര തള്ളിക്കയറ്റായിരിക്കും ആ സമയത്ത്. പക്ഷെ കുറച്ച് ദിവസമായിട്ട് കഴിയുമ്പോഴേക്ക് ആ എന്തെങ്കിലും ചെറിയൊരു പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖമോ എന്തെങ്കിലും ഒരു ദിവസം ഒന്ന് കട്ടായാൽ മതി. ഒരു ദിവസം കട്ടായാണ്ടാവും, ഓട്ടോമാറ്റിക്കലി ആ കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ട് പിന്നെ തോന്നും ഇനിയിപ്പോ ഏതായാലും അടുത്ത മാസം 1-ാം തീയതി തുടങ്ങാം. പിന്നെ ആ മാസം നീണ്ട് അടുത്ത ഡിസംബർ ആകുമ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കുക, അന്ന് കഴിഞ്ഞ കൊല്ലം ഭയങ്കര ഒരു റെസൊല്യൂഷൻ ഒക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരിക. അധികം ആൾക്കാരുടെ എന്റെ ലൈഫിൽ വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോ ഇതില് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ പൊതുവെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങള് നമ്മളുടെ ലോങ് ടേം ഗോളുമായിട്ട്, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു കറക്റ്റ് ആയിട്ട് ഒരു ഗോളുള്ള മനുഷ്യന്മാരാണെങ്കിൽ, ഇത്ര സമയം കൊണ്ട്, ഇത്ര ഇയർ കൊണ്ട്, അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട്, അല്ലെങ്കിൽ 6 മാസം കൊണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്ന്, അത് ലോങ് ടേം ഗോളായിട്ട് 6 മാസത്തേക്ക് ഒരു ഗോള്, അതേപോലെ നമ്മൾ 1 വർഷത്തേക്ക്, 2 വർഷത്തേക്ക്, 5 വർഷത്തേക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ഗോൾസ് പ്രോപ്പർ ആയിട്ട് വിഷൻ ബോർഡ് പോലൊക്കെ സെറ്റ് ചെയ്ത് ഡെയിലി വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പൊതുവെ എന്ത് ചെയ്യും, അവർക്ക് ആ ഡേറ്റ് ഇങ്ങനെ ഡെയിലി കാണല്ലോ, ഇന്ന ഡേറ്റ് ആകുമ്പോഴേക്ക് ഈ കാര്യം എനിക്ക് ചെയ്തു തീർക്കണം, അത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഞാനിങ്ങനെ നീട്ടി കൊണ്ടുപോകാണല്ലോ എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും. ആ ഗോൾ സെറ്റ് ചെയ്യുന്ന അവിടെ നിൽക്കട്ടെ. അതിന്റെ മുന്നേ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് എന്നുള്ളതിന്റെ ചിന്തയിൽ ഒരു കാര്യം വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്തറിയോ, അത് നമ്മളുടെ അത് ചെയ്താല്
നമ്മൾ തോറ്റു പോകുമോ, അല്ലെങ്കിൽ നമുക്കത് ചെയ്ത് നമ്മൾ വിചാരിച്ച ആ കാര്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ചില ആൾക്കാരുടെ മനസ്സിൽ ഉണ്ടാവാറുണ്ട്. മീൻസ് ഒരു ഫിയർ അല്ലെങ്കിൽ ഒരു ഫെയിലിയർ ആവുമോ എന്നുള്ളൊരു ഡൗട്ട് ലൈഫിൽ വരാറുണ്ട്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കണം മീൻസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ തോണ്ടുന്ന ഒരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും ലൈഫിൽ ഇല്ലല്ലോ നമുക്ക്. ഒരു എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ ബുക്സ് വായിക്കണം, തുടങ്ങിയിട്ട് എന്തെങ്കിലും ഇപ്പൊ ഒരു മെഡിറ്റേഷൻ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ഡെയിലി പഠിക്കണം, അങ്ങനെയൊക്കെ തോട്ട് വെക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഇത് സാധിക്കാതെ വരുന്നത് പല ഡിസ്ട്രാക്ഷൻസിലേക്ക് നമ്മൾ പോവാണ്. നമ്മൾ വിചാരിക്കും എന്താ അറിയോ, കുറച്ച് കഴിഞ്ഞിട്ട് പൊതുവെ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പം 8 മണിക്കാണ് നമ്മൾ രാവിലെ, അപ്പം 6 മണിക്കൊക്കെ എണീച്ച് 8 മണിയൊക്കെ ആകുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് കുറച്ചു നേരം ഒന്ന് ബുക്ക് വായിക്കാനോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ട് മൈൻഡിൽ, ഞായറാഴ്ച ഒക്കെ ആണെങ്കിൽ എണീക്കാൻ ഒരു 10 മണി ആയിട്ടുണ്ട്. പക്ഷെ നോർമലി ഉള്ള ഒരു ദിവസം ഇപ്പൊ ബുക്സ് ഒക്കെ വായിക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഒരു 8 മണിക്ക് തുടങ്ങാം. 8 മണിക്ക് എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, 8 മണിന്റെ ഒരു 7:45 ആകുമ്പോൾ ഇനി 10 മിനിറ്റ് കൂടി ഉണ്ടല്ലേ, എന്നാൽ കുറച്ചു നേരം ഫോൺ നോക്കാം വിചാരിച്ചിട്ട് ഫോൺ എടുത്ത് 7:45 7:59 വരെ നമ്മൾ വിചാരിക്കുന്നത് അറിയോ, 8 മണിയാകുമ്പോൾ ഫോൺ അവിടെ വെച്ചിട്ട് ബുക്ക് ഇട്ടിട്ട് വായിക്കാൻ തുടങ്ങാം. ഇതിപ്പോ ബുക്കിന്റെ കാര്യം മാത്രമല്ല കേട്ടോ പറയുന്നത്, ഏത് ഹാബിറ്റ് ആണോ ഒരാൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനെ കുറിച്ചാണ് പറയുന്നത്. ആ 8 മണി ആയി കഴിഞ്ഞാൽ എന്താ മനസ്സിൽ വരികയെന്നറിയോ, ഓട്ടോമാറ്റിക്കലി ഇനിയിപ്പോ ഏതായാലും 8 മണി, ഇപ്പൊ ഒരു 8:30 അല്ലെ ഒരു 8:15 തുടങ്ങാം. ഏതായാലും ഇപ്പൊ 8 മണിയില്ലേ, ഇപ്പൊ ഇനി കുറച്ചേരം കൂടി ഒറ്റ വീഡിയോ കൂടി ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് 8:15 ആവും. പിന്നെ ഉണ്ടാവും നമ്മൾ 9 മണി 10 മണി, എപ്പോഴാണോ അടുത്ത ഭക്ഷണം കഴിക്കാൻ പോണത് ആ സമയത്തായിരിക്കും നമ്മൾ ബെഡ് വന്ന് ഇടിക്കുക. അങ്ങനെ കണ്ട് 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 ഓരോ ഇമോഷൻസിലേക്ക്, സന്തോഷവും സങ്കടവും ഫൈറ്റും കോമഡിയും തുടങ്ങിയിട്ട് ഓരോന്ന് ഡിഫറെന്റ് ഇമോഷൻസിലേക്ക് നമ്മൾ ഇങ്ങനെ കടന്നു പോയിട്ട് ആ ഡോപ്പമൈൻ എഫക്റ്റ് കാരണം നമ്മുടെ ഹാപ്പി ഹോർമോൺ റിലീസ് കാരണം നമ്മളുടെ ബോഡി അതിലങ്ങ് അഡിക്റ്റ് ആയി പോകും അറിയാതെ. നമ്മൾക്ക് വിചാരിച്ച ഒരു കാര്യം പിന്നെ വിചാരിക്കും ഇനിയിപ്പോ ഏതായാലും ഇന്നിപ്പോ ഇങ്ങനെ കഴിയും, നാളെ തുടങ്ങാം, ഇന്നത്തെ ദിവസം കഴിഞ്ഞല്ലോ നാളെ തുടങ്ങാന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ്പോണിങ് വേറെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഫേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ, നമ്മള് 5 seconds റൂൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ എങ്ങനെ ഒറ്റ ഒരു കാര്യം ശ്രമിക്കുക, എന്താ പറയുക, 1 2 3 4 5 ഗോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. എങ്ങനെ ഇരിക്കുകയെന്ന് അറിയോ, ഒരു 5 മിനിറ്റ് ഞാൻ ഇരുന്ന് നോക്കട്ടെ. മീൻസ് ആ എഫേർട്ടിലേക്ക് എന്ത് ചെയ്യണം ഒന്നെന്ന് വെച്ചാൽ കഴിയുന്നിടത്തോളം ഫോൺ ഒന്ന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് ഓഫാക്കി വെച്ചാൽ വലിയ ഉപകാരമായിരിക്കും. അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പോവാണ്, കഴിയുന്ന ഫോൺ ഒന്ന് അവിടെ നോട്ടിഫിക്കേഷൻസ് ഓഫാക്കി വെച്ചാൽ നമ്മൾക്ക് ആ ഡിസ്ട്രാക്ഷൻസ് വരൂല. കാരണം നമ്മളുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ഒരു കെട്ടിയിട്ട പോലാണ് ഇപ്പൊ ഉള്ളത്. പണ്ടൊക്കെ ജയിലിലിട്ടിട്ടായിരുന്നു കെട്ടിയിടാറ്, ഇപ്പൊ നമ്മളെ റൂമിലിട്ടിട്ട് നമ്മളെ കെട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ കാരണം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ, എവിടെയാണോ ഫോണിന്റെ ചാർജർ ഉള്ളത് ആ ചാർജറിന്റെ ലൊക്കാലിറ്റിയിൽ എവിടെയെങ്കിലും ഉണ്ടാവും നമ്മൾ ആ ലൊക്കാലിറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോകില്ല. കാരണം നമ്മൾ ആ കംഫേർട്ട് സോണിൽ നമ്മൾ എന്ത് വിചാരിച്ചിട്ടുണ്ട്, നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഈ ഫോണിൽ കിട്ടും. പിന്നെ നമുക്കിപ്പം നീട്ടി വെച്ച് പോകുന്നതിനും പ്രശ്നമില്ല, നമുക്ക് കംഫേർട്ട് സോണിലാണ് ഉള്ളത്. ഇപ്പൊ ഒരു ജോലി, ഇപ്പം പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നാളെ പഠിക്കുക എന്നുള്ള രീതിയിൽ മാറ്റിയൊക്കെ ഉണ്ടാവും. ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇനിയിപ്പോ ജോലിയിൽ ഒരു ഇൻക്രിമെന്റ് ഒക്കെ വരണമെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിക്കണം. അത് കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത ബാച്ചിൽ തുടങ്ങാം. 6 മാസം കഴിഞ്ഞിട്ട് അടുത്ത ബാച്ച് ഉണ്ടല്ലോ, അതിന് തുടങ്ങാം. ഇനി അല്ലെങ്കിൽ ഇപ്പൊ ബോഡി ഫിറ്റ്നസ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്താ വിചാരിക്കുക, അതിനിപ്പം അടുത്ത മാസം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ നീട്ടി വെച്ച് പോകുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. അപ്പൊ പിന്നെ ഈ 5 second റൂള് പോലെ തന്നെ 5 മിനിറ്റിലേക്ക് നമ്മൾ തുടങ്ങി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണോ എന്നും കൂടി ശ്രദ്ധിക്കുക. നമ്മൾ പറയില്ലേ, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് പോലും മാജിദ് യൂണിക്നെസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. ദാറ്റ് മീൻസ് ഓരോരുത്തരിലും യുണീക്ക് ആയിട്ട് നമുക്ക് ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്ന കുറെ മേഖലകളുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടാണ് അതിന്റെ കോമ്പിനേഷൻ ഉണ്ടാവുക. ഇപ്പൊ എന്റെ കേസ് ആണെങ്കിൽ എനിക്കൊരു ഇവന്റ് നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളതാണ്. അതേപോലെ കുറച്ച് ആളുകളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ സ്പിരിച്വൽ കണക്ഷൻ ഉള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര കണക്ഷനാണ്, അത് ഭയങ്കര ഇഷ്ടമാണ്. ഇതേപോലെ ചില ആൾക്കാർക്ക് പാട്ട് പാടാനും ഫുട്ബോൾ കളിക്കാനൊക്കെ ആയിരിക്കും
ചില ആൾക്കാർക്ക് വരയ്ക്കാനായിരിക്കും. ആ രീതിയിൽ പല പല മേഖലകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ കഴിയുന്നിടത്തോളം എല്ലാവർക്കും അതേപോലുള്ള അവരുടെ മേഖല മനസ്സിലാക്കിയിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റിക്കണമെന്നല്ല. ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പം പേരൻസ് കൊണ്ട് ചേർത്തിട്ടുള്ള ഏതെങ്കിലും ഏതെങ്കിലും ഇതായിരിക്കും, എഡ്യൂക്കേഷൻ ആയിരിക്കും, ഡിഗ്രിയോ അല്ലെങ്കിൽ ഏതാ സ്കൂളോ ഏതെങ്കിലും ഇഷ്ടത്തോടെ ഒന്നും ആയിരിക്കില്ല ആ കോഴ്സ് എടുത്തിട്ടുണ്ടാവും. അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലും അത് ചെയ്ത് തീർത്തേ പറ്റൂ. അങ്ങനെ ആകുമ്പോൾ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇപ്പം എക്സാമോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 5 സെക്കൻഡ്സ് റൂൾ എന്ന് പറഞ്ഞ പോലെ തന്നെ 5 മിനിറ്റ് റൂൾ ഉണ്ട്. 5 മിനിറ്റ് റൂൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, 5 മിനിറ്റ്, ഒരു 25 മിനിറ്റ് നമ്മൾ വർക്ക് ചെയ്ത 1 3 4 5 ഗോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 25 മിനിറ്റ് എങ്കിലും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ എന്ത് ചെയ്യണം എന്നറിയോ, നമ്മളൊരു റിവാർഡിങ് സിസ്റ്റം കൊടുക്കണം. ദാറ്റ് മീൻസ് നമ്മൾക്ക് പൊതുവെ നമ്മൾ ഈ നീട്ടി വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ നിമിഷത്തിൽ തന്നെ റിവാർഡ് കിട്ടുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. നമ്മൾ ഒരു വീഡിയോ കണ്ടാലോ ഒരു സിനിമ കണ്ടാലോ ഭക്ഷണം വാരി വലിച്ച് വയറ് നിറച്ച് കഴിച്ചാലൊക്കെ നമുക്കൊരു സന്തോഷം കിട്ടും, ആ സമയത്ത് തന്നെ കിട്ടും, അതിന് ഡിലേ ഇല്ല. നമ്മള് എന്താണ് എന്തോ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ് പറയുന്നത്, നമ്മൾ പേര് പറയില്ല മനസ്സിലാ, ഡിലേഡ് ഗ്രാറ്റിറ്റ്യൂഡ്, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ദാറ്റ് മീൻസ് നമ്മൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ചെയ്യുന്ന ആ നിമിഷത്തിൽ തന്നെ എന്ത് കിട്ടണം, നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടണം. ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നുണ്ടാവും. അപ്പൊ എന്താ സംഭവം, നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനത്തെ ഒരു മൈൻഡ് വെക്കുന്നതിന് പകരം നമ്മൾ കൊടുക്കുക, ഒരു 25 മിനിറ്റ് ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഞാൻ ബ്രേക്ക് എടുക്കും. അതൊരു റിവാർഡായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഒരു 5 മിനിറ്റ് ഞാൻ ബ്രേക്ക് എടുക്കും. ആ രീതിയിൽ കൊണ്ടുപോകാം. അങ്ങനത്തെ ഒരു 4 ബ്രേക്ക് എടുക്കുക. എങ്ങനെ, ഒരു 25 മിനിറ്റിന്റെ പിന്നെ ഒരു 5 മിനിറ്റ് ബ്രേക്ക്, ഒരു 25 മിനിറ്റ് വർക്ക് ചെയ്യുക, 5 മിനിറ്റ് ബ്രേക്ക്. ആ രീതിയിലുള്ള 4 വർക്ക് എടുക്കുമ്പോൾ നമ്മൾ 2 മണിക്കൂർ വർക്കിൽ ഇൻവോൾവ് ആയി. ദാറ്റ് മീൻസ് അത് ഡീപ്പ് വർക്ക് ആയിരിക്കണം കേട്ടോ. വെറുതെ ഇങ്ങനെ ഡിസ്ട്രാക്ഷൻസോട് കൂടിയിട്ടുള്ള നമ്മളിങ്ങനെ ഈ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ടുള്ള വർക്കല്ല, ഡീപ്പ് വർക്ക്, നമ്മളെ ഫ്ലോ സ്റ്റേറ്റിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റണം. മീൻസ് ഡിസ്ട്രാക്ഷൻസ് കഴിയുന്നിടത്തോളം ഒഴിവായി നിൽക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിൽ പെട്ടൊരു കാര്യമാണ്, നമുക്ക് ചില അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമ്മളെ മൈൻഡ് ഓൾറെഡി റീപ്രോഗ്രാംഡ് ആയിട്ട് ഇരിക്കുകയാണ്, പ്രോഗ്രാംഡ് ആയിട്ട് ഇരിക്കുകയാണ്. എന്ത്, എനിക്ക് അധിക സമയം ഇരുന്ന് പഠിക്കാൻ പറ്റൂല, എനിക്ക് അധിക സമയം ഒരുമിച്ച് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റൂല എന്നുള്ള രീതിയിലുള്ള കുറെ തോട്ടുകൾ, കുറെ ബിലീഫുകൾ നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവും. ആ ബിലീഫുകൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് അഫർമേഷൻസ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു ഈ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഐ ഫിനിഷ് വാട്ട് യു സ്റ്റാർട്ട്. ആർക്കെങ്കിലും ആണെങ്കിൽ അഫർമേഷൻസ് നമ്മൾക്ക് ഡെയിലി എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളോട് തന്നെ സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഐ ഫിനിഷ് വാട്ട് ഐ സ്റ്റാർട്ട്, ഐ എൻജോയ് ടേക്കിംഗ് ആക്ഷൻ. അത് നമ്മൾ സ്ഥിരമായിട്ട് ഒരു അഫർമേഷൻ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഒരു കാര്യമാണ്, ഐ ആം ഇൻ കൺട്രോൾ ഓഫ് മൈ ടൈം ആൻഡ് എനർജി. വേറെ ആർക്കും ഒരു ഡിസ്ട്രാക്ഷനും നമ്മളെ എന്ത് ചെയ്യാൻ പറ്റൂല, നമ്മളെ വ്യതിചലിപ്പിക്കാൻ പറ്റൂല എന്നുള്ള തോട്ടോട് കൂടിയിട്ട് എൻ്റെ ടൈമിനെയും എനർജിയും ഞാനാണ് കൺട്രോൾ ചെയ്യുന്നത്. ഐ ആം ഇൻ കൺട്രോൾ ഓഫ് മൈ ടൈം ആൻഡ് എനർജി. അത് നമുക്ക് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അഫർമേഷൻ ആണ്. ഇതേപോലെ തന്നെ വേറൊന്നാണ്, ഐ ഡു വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ്. ഐ ഡു വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ്. ഐ ആം കൺസിസ്റ്റന്റ്, കോൺഫിഡന്റ് ആൻഡ് ഇൻ കൺട്രോൾ. I do what matters most. I am consistent, confident and in control. ഇതേപോലെ ഒറ്റ ഒന്നും കൂടെ ഉണ്ട്, I take action now, not later. I take action now, not later. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളോട് തന്നെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ഒരു 10 പ്രാവശ്യമെങ്കിലും ഇത് റിപ്പീറ്റഡ് ആയിട്ട് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡിൽ എന്താ ഇപ്പൊ വിശ്വാസം ഉള്ളത്, എനിക്ക് കൂടുതൽ സമയം ഇരുന്ന് പഠിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ കൂടുതൽ സമയം ഒരു കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു തോട്ട് നമ്മളുടെ മൈൻഡിൽ ഉള്ളതോടാണ് നമുക്കിതിൽ ടൈം എടുത്തിരിക്കാൻ പറ്റാത്തത്. ഇതേപോലെ തന്നെയുള്ള വേറൊരു കാര്യമാണ് നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. എന്ത് കാര്യമാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ലൈഫിൽ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ, ഒരു ലോങ് ടേം ഗോള് നമുക്ക് ഉണ്ടെങ്കിൽ അതൊരു ഡെയിലി ടാസ്ക് ആക്കി മാറ്റിയിട്ട് നമ്മളുടെ ഹാബിറ്റ് ആക്കി മാറ്റാൻ നമുക്ക് പറ്റണം. അപ്പം ഏത് മേഖലയിലേക്ക് നമ്മൾ ഇമ്പ്രൂവ്മെന്റ് ആവശ്യമുള്ള ആൾക്കാർ, അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ബുക്ക് എഴുതാനൊക്കെ നല്ല അഫർമേഷൻ ഒക്കെ ഒന്നുകൂടെ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. ഐ ആം ഇൻ കൺട്രോൾ ഓഫ് മൈ ടൈം ആൻഡ് എനർജി.
I do what matters most. I am consistent, confident, and in control. I finish what I start. I enjoy taking actions. അത് ഒരു സെന്റൻസ് ആട്ടോ. I finish what I start. ഞാൻ തുടങ്ങി വെക്കുന്നത് ഞാൻ തീർത്തിരിക്കും. I enjoy taking actions. എങ്ങനെ വെറുതെ നീട്ടി വെക്കുന്നതിന് പകരം ഞാൻ ആക്ഷൻസ് എടുക്കുന്നത് ഭയങ്കര അതിൽ ഞാൻ എൻജോയ്മെന്റ് കണ്ടെത്തുന്നുണ്ട്. അതേപോലെ I take action now, not later. പിന്നെയല്ല, ഞാൻ ഇപ്പം ആക്ഷൻ എടുക്കും എന്നുള്ള രീതിയിൽ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എഴുതി ഉണ്ടാവില്ല എല്ലാവരും അല്ലേ? ആ, പിന്നുള്ളതാണ് നമ്മൾ ആ റിവാർഡിങ് സിസ്റ്റം കൊടുക്കുന്ന രീതിയിൽ. അത് ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കേട്ടോ. നമ്മൾ ആ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ നമ്മൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ബുക്ക് വായിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ബുക്ക് എഴുതാൻ ആഗ്രഹമുള്ള ആൾക്കാർ വിചാരിച്ചാല് ഇപ്പൊ ഞാനിപ്പോ എന്നാ ഇപ്പൊ ഒരു ബുക്ക് എഴുതി തീർക്കുക എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം ഒരു സെന്റൻസ് എങ്കിലും, ദാറ്റ് മീൻസ് ഡെയിലി ഹാബിറ്റ് ആയിട്ട് ഒരു 5 മിനിറ്റ് 5 മിനിറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പാരാഗ്രാഫ് എങ്കിലും ഡെയിലി എഴുതുന്ന ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാം. മീൻസ് എല്ലാം കുറെ നേരം ഒരു ദിവസം ഇരിക്കണം എന്നില്ല, ചെറിയ ടൈം എടുത്തിട്ട്. ഇപ്പൊ നമുക്കിപ്പോ ഒരു കാര്യം പഠിക്കാനുണ്ട്, അതൊരു PDF ഫയലാണെന്നുള്ള വിചാരിക്കാം. അപ്പൊ എന്താ ഫസ്റ്റ് തിങ് ചെയ്യുന്നറിയോ? ഞാൻ ജസ്റ്റ് ആ PDF ഫയൽ ഒന്ന് ഓൺ ആക്കി നോക്കട്ടെ, ആ PDF ഫയൽ ഒന്ന് ഓപ്പൺ ആക്കി നോക്കട്ടെ, വേറെ ഒന്നും ചെയ്യണ്ട, ഞാൻ ജസ്റ്റ് ആ PDF ഫയൽ ഒന്ന് ഓപ്പൺ ആക്കി നോക്കട്ടെ എന്നുള്ള രീതിയിൽ ചെറിയ ടാസ്ക് ആക്കി മാറ്റിയിട്ട് പിന്നെ നമ്മൾ അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയും കൂടെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ആ സെഷൻ റെക്കോർഡിംഗ് ഉണ്ടാവും. നമ്മൾ അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഞാനിപ്പോ ഇന്ന് രാവിലെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ ലൈഫിൽ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന പോലെ തന്നെ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണം. നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും എക്സ്ട്രാ കിട്ടണമല്ലോ, ആ രീതിയിൽ ഞാനിങ്ങനെ ഒന്ന് സെർച്ച് ചെയ്യും കാര്യങ്ങൾ. ഞാൻ വിചാരിച്ച് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നോക്കാന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. ആ രാവിലെ സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും ഒന്ന് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാണ്ടോ. ജസ്റ്റ് ഞാൻ ഇരുന്നതാട്ടോ. പക്ഷെ ഞാൻ 5 മിനിറ്റിനെ ഇരിക്കുക വിചാരിച്ചില്ലായിരുന്നു. പക്ഷെ അത് ഫുള്ള് പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ഇടിച്ച്. മീൻസ് ആ പ്രോസസ്സ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കൂടെ ആണ്. ഒരു പുതിയൊരു ഹാബിറ്റോ അല്ലെങ്കിൽ പുതിയൊരു ലൈഫിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യം പഠിക്കുന്നതിന് ഭയങ്കര സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നെ അപേക്ഷിച്ച്. അപ്പൊ അതേപോലെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ സ്വന്തമായിട്ട് നല്ല രീതിയിൽ വരയ്ക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടാവും, നല്ലോണം എഴുതാൻ കഴിവുള്ള, നല്ല രീതിയിൽ ഭാവന വർക്കൗട്ട് ചെയ്തത്. മീൻസ് ചില ആളുകൾക്ക് അവരുടെ സ്കില്ല്, അവർക്ക് ജന്മനാ കിട്ടിയിട്ടുള്ള കഴിവുകൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാറിയോ? അങ്ങനത്തെ ആളുകൾക്ക് ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ഫ്ലോ സ്റ്റേറ്റിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ പെട്ടെന്ന് സാധിക്കും. ദാറ്റ് മീൻസ് നമ്മളുടെ മൈൻഡിലേക്ക് നമ്മൾ എന്തിനെ കുറിച്ചാണോ നീയത്ത് വെച്ചത്, ഇന്റൻഷൻ കൊടുത്തിട്ടുള്ളത്, അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ മൈൻഡിലേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്തിറങ്ങും. മീൻസ് എന്താണോ നമ്മൾ പറയേണ്ടത്, എന്താണോ നമ്മൾ ആക്ഷൻ എടുക്കേണ്ടത്, ആ കാര്യം മൈൻഡിൽ ഇങ്ങനെ തോന്നിപ്പിച്ച് തരുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. നമ്മൾ പറയാറില്ലേ, നമുക്ക് പല ഡിഫറെന്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ട്. ആൽഫ, തീറ്റ, ഗാമ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ കുറിച്ച് പഠിക്കാറില്ലേ? ഇതേപോലെ നമ്മളുടെ ബെസ്റ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ ഈ നമ്മളുടെ മേഖല മനസ്സിലാക്കിയാൽ നമുക്ക് സാധിക്കും. ആ രീതിയിൽ കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ കൂടുതൽ സമയം കോൺസെൻട്രേഷനോട് കൂടി വർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഓരോരുത്തരും അവരുടെ യുണീക്ക് ആയിട്ടുള്ള മേഖല അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന മേഖല ഏതാണെന്ന് കണ്ടെത്താനും കൂടി ശ്രമിക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പറയാറില്ല, നമ്മൾ മെന്റേഴ്സിനെ വെക്കണം കഴിയുന്നിടത്തോളം നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കുറച്ചും കൂടെ നമ്മളുടെ തോട്ട് പ്രോസസ്സിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് കുറച്ച് മെന്റർ ഉണ്ടാണെന്ന് പറയാറില്ലേ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കുക എന്ന് പറയില്ലേ. അക്കൗണ്ടബിൾ ആയിരിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെക്ക് ചെയ്യാൻ ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കണം. മീൻസ് ഇപ്പൊ എന്റെ കേസ് ആണെങ്കിൽ നമ്മളിപ്പോ കൺസിസ്റ്റന്റ് ആയിട്ട് വീക്കിലി ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നുള്ളത് നമ്മൾ പബ്ലിക്കിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. നമ്മൾ വീക്കിലി ഒരു ഫ്രീ സെഷൻ ഡേ എല്ലാ വീക്കിലും ശനിയാഴ്ച നടത്തുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തായി, ഞാൻ ഒബ്ലിക്റ്റ് ആയി. ഞാൻ അതിന് വേണ്ടിയിട്ട് ആ സമയമാകുമ്പോഴേക്ക് ഒരുങ്ങേണ്ടത് എൻ്റെ ഒരു ടാസ്ക് ആയിട്ട് മാറി. അപ്പൊ എന്താ സംഭവിക്കുക, എല്ലാ വീക്കിലും എന്തെങ്കിലും ഒരു പുതിയ ടോപ്പിക്കിനെ പറ്റി പഠിക്കാനുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു ആഗ്രഹം എൻ്റെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ. കാരണം അല്ലെങ്കിൽ എല്ലാ വീക്കിലും സെയിം ടോപ്പിക് സംസാരിക്കുന്ന എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത്, ഞാൻ പുതിയൊരു ടോപ്പിക് പഠിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ബാധ്യത ആയിട്ട് മാറി. ബാധ്യത മീൻസ് അതെന്റെ പാർട്ടിലെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരുന്ന കാര്യം കൂടാണ്. ഇതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാ വീക്കിലും അല്ലെങ്കിൽ എല്ലാ ദിവസവും ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന, ഒന്ന് നിങ്ങളോട് വിളിച്ച് ചോദിക്കാൻ, നിങ്ങളെ ഫ്രണ്ട്സ് ആയാലും മതി,
മെന്റേഴ്സ് തന്നെ വേണമെന്നില്ല, നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. നമ്മളെ അൽക്കുലത്തിലേക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കും കൊണ്ടുപോകുന്ന ഫ്രണ്ട്സും ഉണ്ടാവും. നല്ല രീതിയിൽ നമ്മളെ ഇമ്പ്രൂവ്മെന്റ്, നമ്മളും നന്നായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സും ഉണ്ടാവും നമ്മളെ കൂടെ തന്നെ. അപ്പൊ അങ്ങനത്തെ ഫ്രണ്ട്സിനോട് പറയാ, ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യുന്നുണ്ടോ. നമ്മൾ പറയാറില്ല, ഈ ജിമ്മിലൊക്കെ പോകുമ്പോൾ ചില ഫ്രണ്ട്സിന് നമ്മൾ കൂട്ടിപ്പിടിച്ചാല് നമ്മൾ കുറച്ച് തളരുന്ന ദിവസം ചിലപ്പോൾ ഓല് നമ്മളെ വാ 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 എന്ന് പറഞ്ഞ് വിളിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ ആൾക്കാരുണ്ടാവും. ഇതേപോലെ നമ്മൾ ഒന്ന് അക്കൗണ്ടബിൾ ആവാൻ, നമ്മളോട് അതൊന്ന് ചോദിച്ച് ഇനി ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന് കറക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ ഒരാള് നമ്മളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മള് വേറൊരു മനുഷ്യനിൽ പോയിട്ട് നമ്മള് അവരിലേക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുപ്പിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ തന്നെ അതിനുള്ള എഫേർട്ട് എടുക്കുക, പിന്നെ അതൊന്ന് ചെക്ക് ചെയ്യാൻ കൂടെ. നമ്മൾ പറയല്ലേ, ഏതൊരു അക്കൗണ്ടന്റും കാര്യങ്ങളൊക്കെ ഒരു കമ്പനിയിൽ ഉണ്ടെങ്കിലും ഒരു ഓഡിറ്ററും കൂടെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഒരു ഔട്ട്സൈഡ് ഒരു എക്സ്റ്റേണൽ ഓഡിറ്ററും കൂടെ. ഓക്കെ മിസ്റ്റർ, ഓക്കെ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. എക്സ്റ്റേണലാ. അപ്പോൾ ഇതേപോലെ ഒരു അക്കൗണ്ടബിലിറ്റി ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ആരെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഒരാളുമായിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ട്, മെന്റർ ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, കുടുംബക്കാരോ അല്ലെ ഫാമിലിയിലുള്ള നിങ്ങളെ വീട്ടിൽ തന്നെ ഉള്ള ഉപ്പനോടോ ഉമ്മനോടോ ആരോടെങ്കിലും ഏൽപ്പിച്ചാലും, ചിലപ്പോൾ സിബ്ലിങ്സിനോട് ഏൽപ്പിച്ചാലും മതിയോ, ഇന്ന് ആ കാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെച്ചാൽ നമുക്ക് ഒരു ടു ഡു ലിസ്റ്റ് പോലെ അല്ലെങ്കിൽ ഒരു ഡെയിലി ടാസ്ക് ഷീറ്റ് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയോ, നെക്സ്റ്റ് ഡേ ഇപ്പൊ എങ്ങോട്ടെങ്കിലും ഒന്ന് പോവാനോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെങ്കിലും ഒക്കെ അത് അതിന്റെ തലേ ദിവസം തന്നെ ഒന്ന് പ്ലാൻ ചെയ്യാം. തലേ ദിവസം പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്റെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ, ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് രാവിലെ എനിക്ക് 5:30 ഒരു സെഷൻ ഉണ്ടായിരുന്നു. പുറത്തുള്ള ആളായതുകൊണ്ട് ആ സമയത്തായിരുന്നു സെഷൻ എടുത്തത്. രാവിലെ പൊൽച്ചക്ക് സുബഹിസ്കരിച്ചതിന് ശേഷം ഒരു സെഷൻ ചെയ്ത്, പിന്നെ എനിക്ക് 10:30 ഒരു സെഷൻ ഉണ്ട്. അപ്പൊ ആ സമയത്തിനിടയിലാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒന്നും കൂടി ഒന്ന് റിസർച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ടൈം കിട്ടി. അതിൻ്റെ ഇടയിൽ കൂടെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അത് എന്ത് ചെയ്യുന്നറിയോ, ഞാൻ ഇന്നലെ തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്ത് രാവിലെ 5:30 ഈ ഒരു കാര്യം ചെയ്യണം, പിന്നെ 10:30 അടുത്ത സെഷൻ ഉള്ളത്. അതിന്റെ മുന്നേ എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കലും ഫ്രഷ് ആവലും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം. ഈ ഇന്നത്തെ പ്രിപ്പറേഷനും ചെയ്തു തീർക്കണം എന്ന് വിചാരിച്ചു. 10:30 ആ സെഷൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 2:30 ആകുമ്പോഴേക്ക് എൻ്റെ സിസ്റ്ററിന് ഒരു എക്സാം ഉണ്ട്, നെറ്റിന്റെ എക്സാം. അതിന് ഒരു സ്ഥലത്ത് പോയി ഡ്രോപ്പ് ചെയ്യണം. ഫറൂഖ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുള്ള ഒരു കോളേജിലായിരുന്നു. അപ്പൊ അവിടെ ഡ്രോപ്പ് ചെയ്യണം എന്നുള്ളത് ഞാൻ 2:30 ആകുമ്പോഴത്തേന്, 2:30 അവിടെ എത്തണം. ദാറ്റ് മീൻസ് 1 മണി ആകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2:30 ആകുമ്പോൾ അവിടെ എത്തണം. തിരിച്ചു വന്നാൽ എനിക്ക് ഇന്നിപ്പോ ഒരു ഹാപ്പി ന്യൂസും കൂടെ ഉള്ള ദിവസമാണ്. നമ്മളുടെ ഒരു പുതിയൊരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇന്നാണ് നമ്മളത് അതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. ഇന്ന് നാളെ ആയിട്ട് അത് ലോഞ്ച് ആവശ്യമാണ്. അപ്പൊ അതിന്റെ വർക്കുകൾ, അതിന്റെ ഇത് ചെയ്യുന്ന ആളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഒന്ന് ഫൈനലൈസ് ചെയ്യണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നേരെ ഈ സെഷനിലേക്ക് കയറി വേണം. അപ്പൊ ദാറ്റ് മീൻസ് അത് നമ്മൾ സ്കെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ്, ഇന്നലെ തന്നെ അത് സ്കെഡ്യൂൾഡ് ആണ്. മീൻസ് എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് ചെയ്ത് തീർക്കണം എന്നുള്ളത് സ്കെഡ്യൂൾഡ്. അത് സ്കെഡ്യൂൾ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, എന്ത് ചെയ്താൽ നാളെ ഏത് ഷർട്ട് ഇടണമെന്ന് വരെ തലേന്ന് തന്നെ തീരുമാനിച്ചിട്ട്. ദാറ്റ് മീൻസ് അതൊരു ചെറിയ തീരുമാനമാണ്, പക്ഷെ ആ തീരുമാനം കാരണം ചിലപ്പോൾ നമ്മളുടെ ചെയ്യാൻ പോകുന്ന കാര്യം ഡിലേ ആവും. ഇനിയിപ്പോ ഷർട്ട് പോയി തേക്കണല്ലോ രാവിലെ, അപ്പൊ കുറച്ചുകൂടി ഞാൻ ഇടിക്കാം. ആ രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഡിലേഡ് ആക്കി കഴിഞ്ഞാൽ ആ ദിവസം മൊത്തം പ്രൊഡക്ടിവിറ്റി ലോസ് ആവും. അപ്പൊ എന്ത് ചെയ്യാ, അടുത്ത ദിവസത്തെ സ്റ്റാർട്ടിങ്ങിലേക്കുള്ള എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും തലേന്ന് തന്നെ ചെയ്തു വെക്കുക. ഒന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക. അടുത്ത ദിവസത്തെ എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതെന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ ഏതെങ്കിലും സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ടാസ്ക് തലേന്ന് തന്നെ ചെയ്തു വെക്കാൻ പറ്റുന്നതാണെ ചെയ്തു വെക്കുക. ഇപ്പൊ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അതിന്റെ മുന്നേ തന്നെ ഷർട്ട് അയൺ ചെയ്ത് വെക്കുക, ഷൂസ് ക്ലീൻ ചെയ്യുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, അത് നമ്മൾ കാണുന്ന സ്ഥലത്ത് തന്നെ വെക്കുക. ഷർട്ടോ ഡ്രസ്സോ ഉണ്ടെങ്കിൽ അലമാറിന്റെ പുറത്ത് ഏതെങ്കിലും ഒരു കുളത്തുമല്ലി കൊളുത്തി വെക്കുക എന്നാ ചെയ്യുക. അപ്പൊ എന്താ സംഭവം, നമുക്ക് ഓട്ടോമാറ്റിക്കലി രാവിലെ എണീക്കുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും, ഈ സമയമാകുമ്പോഴത്തേന് പോകണല്ലോ. അപ്പൊ ഞാൻ അതിനനുസരിച്ച് കുറച്ച് സ്പീഡ് ആക്കിയാലേ ബാക്കിയുള്ള ഡെയിലി ആക്ടിവിറ്റീസ് റൂട്ടീൻസ് ഒക്കെ ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ. മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്തു തീർക്കണമെങ്കിൽ അതിനുള്ള ഒരു ടൈമും വേണ്ടേ. അപ്പൊ നമ്മൾ വേദഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക തുടങ്ങിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അതിനനുസരിച്ച് സ്കെഡ്യൂൾ ചെയ്ത് വെക്കണം. അപ്പൊ എന്താ സംഭവം എന്നറിയോ, ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ സ്കെഡ്യൂൾ ചെയ്ത് പ്രോപ്പർ ആയിട്ട് നമ്മളുടെ ലൈഫ് ഒന്ന് എല്ലാ ദിവസത്തിലും ഒന്ന് ലാസ്റ്റിൽ ഒന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുന്നൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് എത്ര സമയം ഞാൻ വേസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇന്ന് എത്ര സമയം എനിക്ക് പ്രൊഡക്റ്റീവ് ആക്കായിരുന്നു പക്ഷെ ഞാൻ അത് ചെയ്യാത്തത് എന്തുകൊണ്ട് എന്നുള്ളത് ചിന്തിച്ചു നോക്കുക.
മീൻസ് ഓരോ ദിവസവും ചെയ്യുക, അതേപോലെ വീക്ക്ലി ബേസിസിലും ചെയ്യുക. ഈ വീക്കിൽ ഒരു ഞായറാഴ്ച ആയി കഴിഞ്ഞാല് ഈ ആഴ്ച ഞാനിപ്പോ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പഠിച്ചു, ആരൊക്കെ ആയിട്ട് പോയി കണക്ട് ചെയ്തു, ബിസിനസ്സിൽ എന്തെങ്കിലും സെയിൽസ് വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്റെ ജോബിൽ എന്തെങ്കിലും കുറച്ചും കൂടെ ബെറ്റർമെന്റ് കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു കാര്യം യൂട്യൂബിൽ നോക്കിയിട്ടെങ്കിലും ഫ്രീ ആയിട്ടെങ്കിലും ഉള്ള കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഒന്ന് റിവ്യൂ ചെയ്യുക. സെൽഫിനെ കുറിച്ച് ഒന്ന് റിവ്യൂ ചെയ്യുക. അത് ഡെയിലിയും ചെയ്യുക, അതേപോലെ വീക്ക്ലി ബേസിസിലും ചെയ്യുക. അപ്പൊ എന്താ സംഭവിക്കുക അറിയോ, നമുക്ക് തന്നെ ഐഡിയ കിട്ടും. ഞാൻ ഇതൊക്കെ എഴുതി വെച്ച എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് തന്നെ സെൽഫിന് ഒരു ക്ലാരിറ്റി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച് വെച്ചാൽ വിചാരിക്കും അതിപ്പോ ഏതായാലും ഈ സമയമല്ല വിചാരിച്ചു കുറച്ച് കഴിഞ്ഞ് ചെയ്യാം, അല്ലെങ്കിൽ നാളത്തേക്ക് മാറ്റി വെക്കാം. ആ രീതിയിൽ നമ്മൾ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ മാറ്റി വെക്കും. പക്ഷെ നമുക്കൊരു ടു ഡു ലിസ്റ്റ് വെച്ചിട്ട് ആ കാര്യങ്ങൾ ഇങ്ങനെ ടിക്ക് ചെയ്തിപ്പം എന്റെ കേസ് ആണെങ്കിൽ ഞാനിതാ ഇന്നത്തെ ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, ഞാനൊരു 8 വർഷത്തോളായിട്ട് ടു ഡു ലിസ്റ്റ് എഴുതുന്ന ആളാണ്. അപ്പൊ ഇന്നത്തെ ടു ഡു ലിസ്റ്റ് ആണെങ്കിൽ ഇതിൽ കാണുമെന്നറിയില്ല, ഞാൻ എന്റെ ഫോണിലാണ് എഴുതാറ്. ഓരോ സമയത്തായിട്ട് കൂടെ എന്തെങ്കിലും ചേഞ്ച് നമ്മളിങ്ങനെ ടു ഡു ലിസ്റ്റോ അല്ലെങ്കിൽ ടാസ്ക് കാര്യങ്ങൾ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ പോലും അതിനിടയിൽ കൂടെ പല കാര്യങ്ങളും വന്നേക്കാം, നമ്മൾക്ക് അറിയൂല. എന്തെങ്കിലും ഒരു അത്യാവശ്യം ഒരു ഹോസ്പിറ്റലിൽ പോകാനോ പല കാര്യങ്ങളും വന്നേക്കാം. പക്ഷെ നമ്മളായിട്ട് എന്ത് ചെയ്യണം, നമ്മൾക്കൊരു പ്ലാൻ ഉണ്ടാക്കി വെക്കുക. നമ്മൾ കാരണമല്ലാത്ത കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും ചേഞ്ചുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്താം. ഞാൻ ഉദ്ദേശിച്ചപ്പോ അർജന്റ് ആയിട്ട് നമുക്ക് ഇപ്പം വയറുവേദന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞാൽ അല്ലല്ലല്ലേ ഞാൻ ഇവിടെ പോവാൻ എഴുതി വെച്ചിരിക്കുന്നത് പറയാൻ പറ്റൂലല്ലോ. നമ്മൾ ആ സാഹചര്യത്തിന് എന്താണോ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കേണ്ടത് അതിന് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്തു പോവുക. പക്ഷെ നമ്മൾക്കൊരു ഐഡിയ വേണം, നാളത്തെ ദിവസം ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അത് എവിടെങ്കിലും ഫ്രീ ടൈം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു ബുക്ക് എടുത്ത് വായിക്കേ, അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു കുക്കു എഫ് എം എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിരുന്നു. കുക്കു എഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ എല്ലായിടത്തും ഇതിങ്ങനെ കാണലുണ്ട്, മറ്റേ പരസ്യം കണ്ടിട്ട്. ഇപ്പൊ ഞാനിങ്ങനെ ബുക്സ് വായിക്കാൻ ആഗ്രഹമുള്ള ആളാണ്. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ, ഡ്രൈവിൽ പോകുന്ന സമയത്തൊക്കെ ഇപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാൽ അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റോറി, ഏതെങ്കിലും ഒരു ബുക്കിന്റെ ഇപ്പം റിവ്യൂ പോലെ ഉണ്ടാവും. ചിലത് ഫുള്ളി വായിച്ചു പോകുന്നതും ഉണ്ടാവും. അധികം അതിലുള്ളത് റിവ്യൂസ് പോലാണ്. ഓരോ പാർട്ട് അവരിങ്ങനെ വായിച്ചിട്ട് അവർ റിവ്യൂ ആയിട്ട് പറയുന്ന രീതിയിൽ. അപ്പൊ എന്താ സംഭവം, നമ്മൾ ഇങ്ങനെ വെറുതെ യാത്ര ചെയ്ത് പോകുന്ന സമയത്തും വെറുതെ പാട്ട് കേട്ട് കുറെ ഇങ്ങനെ പാട്ട് ഉള്ളിൽ കയറ്റിയിട്ട് നമുക്ക് വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ലൈഫിൽ, ഇപ്പൊ പാട്ടുകാരാണെങ്കിൽ ഓക്കെ കേട്ടോ, ലൈഫിൽ പാട്ടുകാരനാവണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഓക്കെ. പിന്നെ ചില ആൾക്കാർ ചിലപ്പോൾ റിലാക്സേഷൻ ഒക്കെ പാട്ട് കേൾക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിന് പകരം ശരിക്കും നമ്മളുടെ ഹാബിറ്റ് ഒന്ന് എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടിയാൽ. ഇപ്പൊ ഞാൻ ഒറ്റക്ക് ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ സിസ്റ്ററിനെയും കൂട്ടിയാണ് അങ്ങോട്ട് പോയത്. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഞാൻ ഒറ്റക്കല്ലേ ഡ്രൈവ് ചെയ്ത് വരുന്നത്. അപ്പൊ എന്ത് ചെയ്ത് ഞാൻ നേരെ ഫോൺ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് എന്നിട്ട് ആ ഒരു സ്റ്റോറി അല്ല ഒരു ബുക്കിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. ഇപ്പൊ എന്താ സംഭവം, ഫ്രീ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇൻഫർമേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് കേൾക്കുന്നതെന്ന് വെച്ചാല് ഞാൻ എല്ലാ ക്ലാസ്സിനും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ മൈൻഡിലേക്ക്, നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉപബോധ മനസ്സിലേക്ക് കാര്യങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് 83% കാര്യങ്ങൾ നമ്മൾ കാണുന്നതും 11% കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതുമാണ്. ദാറ്റ് മീൻസ് 94% നമ്മളുടെ മൈൻഡ് സ്വീകരിക്കുന്നത് കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. 6% കാര്യങ്ങൾ മാത്രമേ ടച്ചും ടേസ്റ്റും സ്മെല്ലും വരുന്നുള്ളൂ. ദാറ്റ് മീൻസ് നമ്മൾ 5 സെൻസസ് ഉണ്ടല്ലോ. അപ്പൊ ആ 5 സെൻസസ്, ഈ 2 സെൻസസ്, ഇപ്പൊ ഞാനിപ്പോ കാണുന്നത്, ഇപ്പൊ ഞാൻ പോയി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇപ്പം വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ പോയി വീഡിയോ കണ്ടാൽ ചിലപ്പോൾ വണ്ടി എവിടേക്കോ പോകും. പക്ഷെ അതിന് പോലെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഏതാണ്, കേൾക്കാൻ പറ്റുമല്ലോ, കണ്ണ് ഇവിടെ ഉണ്ടായാൽ മതിയല്ലോ. അപ്പൊ അതിങ്ങനെ കേട്ട് വരുമ്പോൾ ഞാൻ വെറുതെ എന്ത് ചെയ്ത്, ഞാൻ പിന്നെ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു എന്റെ ലൈഫിൽ. ഇപ്പൊ ഞാനൊരു 2-3 വർഷമായിട്ടേ ഉള്ളൂ പുതിയ ബുക്സ് വായിക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്താനും പുതിയ കാര്യങ്ങൾ, മൈൻഡ്, സൈക്കോളജി, ബിസിനസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്ക് താല്പര്യം ഉണ്ടെന്നും സ്പിരിച്വാലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളോട് എനിക്ക് ജന്മനാ തന്നെ താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ആ മേഖലയിലുള്ള ബുക്സ് മാത്രമേ വായിക്കാറുള്ളൂ. ആ മേഖലയിലുള്ള വീഡിയോസ് മാത്രമേ മാക്സിമം കാണാറുള്ളൂ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല്, ഞാനിപ്പോ ഒരു പേജ് ബുക്ക് ഞാൻ ഒരു ദിവസം വായിച്ചാൽ, ഇപ്പം യാത്രന്റെ ഇടയിൽ കേൾക്കുന്നതൊക്കെ, കേൾക്കുന്നതിന് ഞാൻ എങ്ങനെയാ വെച്ചതെന്നറിയോ, ഞാനൊരു 15 മിനിറ്റ് ഞാൻ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ട് കഴിഞ്ഞാൽ, എന്തെങ്കിലും പുതിയൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ഞാനൊരു 30 രൂപ, ഞാൻ എക്സാമ്പിൾ പറയുകയാണെ, ഒരു 30 രൂപ, 30 അല്ല എൻ്റെത്, ഞാനൊരു കേസ് പറയാം, ഒരു മിനിറ്റിന് 2 റുപ്യ, അത്ര മതി. ഒരു മിനിറ്റ് കേട്ട് കഴിഞ്ഞാൽ 2 രൂപ എന്നുള്ള ഇതിൽ വെച്ചിട്ട് 15 മിനിറ്റ് ഞാൻ കേട്ടാൽ 30 രൂപ എന്റെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഞാൻ വെറുതെ ട്രാൻസ്ഫർ ചെയ്തിട്ടേക്കും. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു മന്തിൽ ഞാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഇതേപോലെ തന്നെ ഒരു പേജ് ബുക്ക് ഞാൻ വായിച്ചാൽ, ഒരു ബുക്കിന്റെ ഒരു പേജ് വായിച്ചാൽ
രൂപ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ആദ്യം കറന്റ് അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിലല്ലേ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമല്ലേ. അപ്പൊ അതിനുള്ള മെത്തേഡും പറഞ്ഞത് എങ്ങനെയാ വെച്ചാല് ബുക്സ് ഇങ്ങനെ പല പല ബുക്കുകളും പല പല ഡാറ്റകളും യൂട്യൂബിൽ നിന്നും അതേപോലെ അതേപോലെ നമ്മൾ ബുക്സ് നിന്നും ഒക്കെ ഓരോ സെൽഫ് ഹെൽപ്പ് ബുക്കൊക്കെ വായിക്കുന്ന സമയത്ത് പല മനുഷ്യന്മാരും ഒരുപാട് വർഷങ്ങളുടെ റിസർച്ച് കൊണ്ട് നേടിയെടുത്തിട്ടുള്ള അറിവാണ് ഒരു ബുക്കിൽ ഉണ്ടാവുക. അപ്പൊ എന്താ സംഭവിക്കറിയോ, നമ്മൾക്ക് ഓൾറെഡി ഉള്ള അറിവിലേക്കും ഓൾറെഡി നമ്മൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിലേക്കും പുതിയ ആളുകളുടെ ചിന്താരീതിയും അവര് ജീവിതത്തിൽ ഫോളോ ചെയ്ത ഹാബിറ്റുകളും നമ്മൾക്ക് വീണ്ടും കിട്ടും. അപ്പൊ എന്താ സംഭവിക്കുക, അത് അവര് പറഞ്ഞു തന്ന രീതിയിലല്ല നമ്മളുടെ മൈൻഡിൽ സേവ് ആവുക. എന്താ സംഭവിക്കുന്നത്, നമ്മൾക്ക് ഓൾറെഡി ഉള്ള അറിവിലേക്ക് അത് വന്നിട്ട് ബ്ലെൻഡ് ആവും. ഒരു മിക്സിങ് നടക്കും അവിടെ. ഓൾറെഡി നമുക്കുള്ള അറിവിലേക്ക് നമ്മൾ ഓൾറെഡി വായിച്ചു തീർത്ത ബുക്കിലേക്കും ഒക്കെ വന്നിട്ട് ഇതുകൊണ്ട് മിക്സ് ആവുന്ന സമയത്ത് അവര് പറഞ്ഞു തന്ന രീതിയിൽ മാത്രമായിരിക്കില്ല നമ്മളുടെ തോട്ട് പ്രോസസ്സ് പോവുക. നമ്മൾക്ക് ഇതിൽ രണ്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾക്ക് എന്ത് ഐഡിയ ആണ് അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ള മനസ്സിലേക്ക് പുതിയ ടോപ്പിക്സ് വരാൻ തുടങ്ങും. അപ്പൊ ടോപ്പിക്സ് വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ, എന്തെങ്കിലും ഒരു പുതിയൊരു ടോപ്പിക്കിനെ കുറിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ നോട്ട്സിൽ ഒന്ന് ജസ്റ്റ് ചെറിയൊരു പേരായിട്ട് എഴുതി വെക്കും, ഹൈപ്പോകോൺട്രിയ. അപ്പൊ ഞാൻ അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഹൈപ്പോകോൺട്രിയ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മളുടെ ലൈഫിൽ നമ്മള് ചിന്തകൾ കൊണ്ട് നമ്മളുടെ ലൈഫിലേക്ക് അസുഖങ്ങൾ വലിച്ചെടുപ്പിക്കാൻ പറ്റുന്നുള്ള ഒരു സംഭവം. മീൻസ് നമ്മൾ നെഗറ്റീവ് ഇമോഷൻസ്, നെഗറ്റീവ് ചിന്തകൾ ഒരു അസുഖത്തിനെ പറ്റി, ചെറിയൊരു അസുഖം വരുമ്പോഴേക്ക് നമ്മൾ അത് വലിയ അസുഖത്തിന്, ക്യാൻസറിന്റെ ഭാഗമാണോ അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു നെഞ്ചുവേദന വരുമ്പോൾ എനിക്ക് അറ്റാക്ക് വരാൻ പോവാണോ എന്നുള്ള രീതിയിൽ നമ്മൾ ഡീപ്പർ സെൻസിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുകയും നമ്മൾ ഡീപ്പ് ബിലീഫോട് കൂടി, വിശ്വാസത്തോട് കൂടിയിട്ട് അങ്ങനെ ഒരു ചിന്ത നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ ആ ചിന്ത കാരണം നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുകയും ഈ പറഞ്ഞ അസുഖം, വലിയ അസുഖം നമ്മളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് വരാനും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹൈപ്പോകോൺട്രിയ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അതൊക്കെ ഇതേപോലെ ഒരു എവിടോ ഒന്നിങ്ങനെ വായിച്ചു പോയപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കിട്ടിയ ഒരു അറിവാണ്. അപ്പോൾ അത് എന്താ ഞാൻ ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കണമെങ്കിൽ ആദ്യം നമ്മളുടെ കറന്റ് അക്കൗണ്ടിൽ പൈസ വേണമെന്ന് പറഞ്ഞില്ലേ. അതിനെന്താ ചെയ്യുക, ഇതേപോലെ ഒരു പേജ് ബുക്ക് വായിച്ചാൽ 10 രൂപ ട്രാൻസ്ഫർ ചെയ്യും. ഒരു പുഷപ്പ് എടുത്താൽ 1 രൂപ ട്രാൻസ്ഫർ ചെയ്യും. ദാറ്റ് മീൻസ് ഒരു 75 പുഷപ്പ് എടുത്താൽ 75 രൂപ ട്രാൻസ്ഫർ ചെയ്യാനുണ്ടാവും. ഒരു 10 പേജ് വായിച്ചാൽ 100 റുപ്യ ട്രാൻസ്ഫർ ചെയ്യാനുണ്ടാവും. ഒരു 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 3/4 മണിക്കൂർ 45 മിനിറ്റ് ഇപ്പം ഓഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ അറിവ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു 90 രൂപ ട്രാൻസ്ഫർ ചെയ്യാനുണ്ടാവും. ദാറ്റ് മീൻസ് എന്താ സംഭവിക്കുന്ന അറിയാം, നമ്മൾ ആ ചെറിയ എമൗണ്ട് ആണ് വരുന്നതെങ്കിൽ പോലും നമ്മളുടെ ഉള്ളിൽ സേവിങ്സ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിലെ സേവിങ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രോഗ്രാം ഉള്ളിൽ കയറും. ദാറ്റ് മീൻസ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഞാൻ ചെയ്യുന്നതിന് അപ്പൊ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടുകയാണ്. നമ്മൾ പൊതുവെ എന്തുകൊണ്ടാണ് എക്സസൈസ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് ബുക്സ് വായിക്കാത്തത്, അത് നമുക്ക് ഉടനടി റിസൾട്ട് തരൂല. കുറച്ച് സമയം എടുത്തിട്ട് മെല്ലെ മെല്ലെ മാത്രമേ ജിമ്മിന് പോകുന്ന ആൾക്കാണെങ്കിലും ബോഡി ഫിറ്റ് ആയി വരുള്ളൂ. പക്ഷെ നമുക്ക് എന്താ ആഗ്രഹം, പെട്ടെന്ന് കിട്ടുന്ന റിസൾട്ട്. ഈ സോഷ്യൽ മീഡിയയിൽ കാണുമ്പം ഡോപ്പമൈൻ റിലീസ് പോലെ തന്നെ ഓരോ കാര്യങ്ങളും നമുക്ക് അപ്പം തന്നെ റിസൾട്ട് കിട്ടണം. ആ ഒറ്റ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നീട്ടിവെച്ച് പോകുന്നത്. അപ്പൊ തന്നെ റിസൾട്ട് കിട്ടുന്നില്ല, അതിന് പകരമാണ് അപ്പൊ തന്നെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക്. അപ്പൊ എന്താ സംഭവിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കറന്റ് അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിലല്ലേ സേവിങ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ ചെയ്യാ, ഇതേപോലെ വായിക്കുന്ന സമയത്ത് അറിവ് കിട്ടല്ലോ, ആ അറിവ് എന്ത് ചെയ്യും, വീഡിയോ ആക്കി മാറ്റും. ആ ഒരു വീഡിയോ ഞാൻ ചെയ്താലും ഇതേപോലെ 100 രൂപ ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ എന്താ സംഭവം അറിയോ, ഈ വീഡിയോസ് ഈ വായിച്ച ബുക്കുകളിൽ നിന്നും പഠിച്ച കാര്യങ്ങളിൽ നിന്നും അത് കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു വീഡിയോ ആക്കി മാറ്റുന്ന സമയത്ത് ആ വീഡിയോസ് ത്രൂ ആളുകൾ ആ വീഡിയോ കണ്ടിട്ട് എന്തായി വരും, നമ്മളുടെ പ്രോഗ്രാംസിലേക്ക് അട്രാക്ട് ചെയ്ത് വരും. ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട് പ്രൊഫൈലിൽ വരും, നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ വന്ന് ജോയിൻ ചെയ്യും, അത് ത്രൂ വരുമാനം വരും. അപ്പൊ എന്താവും സംഭവം, കറന്റ് അക്കൗണ്ടിൽ പൈസ എത്തി. അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഈ കറന്റ് അക്കൗണ്ടിൽ എത്തിയിട്ടുള്ള പൈസ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും പഠനങ്ങൾ നടത്തുമ്പോൾ അത് സേവിങ്സിലേക്ക് കയറും. ദാറ്റ് മീൻസ് ഈ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യാതിരിക്കുന്നത് പറയുന്നതിന് പകരം നമ്മൾ ഒരു സൈഡിൽ ആക്ഷൻ എടുത്തിട്ട് ആ ആക്ഷനിൽ കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒന്ന് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്, എന്റെ അറിവ് വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ നമ്മളെ ഇത് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പൊ 30ഓളം ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. 30ഓളം ആൾക്കാർ ഇവിടെ വന്ന് ഇരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇവിടുന്ന് കിട്ടുന്നതുകൊണ്ടായിരിക്കല്ലോ. ചില ആൾക്കാർ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്
വെറുതെ എന്താ അവിടെ സംഭവിക്കുന്നത് നോക്കാൻ വന്നിരിക്കുന്നവരുണ്ടായേക്കാം, പക്ഷെ അല്ലാത്തവരുണ്ടാവും. എന്തെങ്കിലും കുറെ കാര്യങ്ങൾ വേണ്ട, ഒറ്റ കാര്യം കിട്ടിയാൽ മതി. ഒറ്റ കാര്യം ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ, ഇപ്പൊ അവരിപ്പോ ബുക്സ് വായിക്കുന്നതിൽ ഒരു കൺസിസ്റ്റൻസി കിട്ടാത്തവരാണ്, ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒറ്റ ആള്, ഇപ്പം ഈ 30 ആൾക്കാർ മാത്രമല്ലല്ലോ ഈ വീഡിയോ കാണുക, നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ വീണ്ടും ആളുകൾ റിപ്പീറ്റഡ് ആയിട്ട് കാണില്ല. അപ്പൊ ആരെങ്കിലും ഒരാള് ചിന്തിക്കുകയാണ്, എനിക്ക് ബുക്ക് വായിച്ചാൽ അറിവ് കിട്ടും, അറിവ് കിട്ടിയാൽ എനിക്ക് വരുമാനം വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും, എന്റെ സേവിങ്സ് കൂട്ടിയെടുക്കാം. അപ്പൊ എന്ത് ചെയ്യാ, ഞാനിപ്പോ എന്റെ കയ്യിൽ ഇപ്പൊ ഒരു 1000 രൂപ മാത്രം അക്കൗണ്ടിൽ ഉള്ളൂ വിചാരിക്കാം. ഞാൻ എന്ത് ചെയ്യാ, ഒരു ഒരു പേജ് ഞാൻ വായിക്കുമ്പോൾ 1 രൂപ ഞാൻ വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുന്നു കാണുക. എഴുതി വെച്ചാലും മതി. 2 അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ എഴുതി വെക്കുക. അപ്പൊ എഴുതി വെക്കുമ്പോൾ എന്താ സംഭവിക്കുക അറിയോ, ഓരോ ദിവസവും ഡേറ്റ് ഇട്ട് എഴുതി വെക്കുക. ഇപ്പം 28/6 ഞാൻ 10 പേജ് വായിച്ചു, അപ്പൊ 10 രൂപ. ആ രീതിയിൽ ഓരോ ദിവസവും ഇങ്ങനെ ഡേറ്റ് ഇട്ട് എഴുതി വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിങ്ങനെ ടോട്ടൽ ചെയ്ത് ഇങ്ങനെ പോരും ഓരോ ദിവസം. അപ്പൊ നമുക്കിങ്ങനെ മനസ്സിലാവും, എന്റെ അറിവ് വർദ്ധിക്കുന്നതനുസരിച്ച് എന്റെ വരുമാനം വർദ്ധിക്കും അല്ലേ, അതേപോലെ എന്റെ എക്സ്പീരിയൻസ് വർദ്ധിക്കുന്നതനുസരിച്ച് എന്റെ വരുമാനം വർദ്ധിക്കില്ല. ആ ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക അറിയോ, ഓരോ ദിവസവും എണീക്കുമ്പോൾ ഒരു 5-10 മിനിറ്റ് ബുക്സ് വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രോഗ്രാംഡ് ആയി മാറും. കാരണം എന്താ, ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ്, നമുക്ക് അപ്പൊ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ, അതേപോലെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ കുളിക്കുമ്പോൾ ആയാലും പല്ല് തേക്കുമ്പോഴായാലും എല്ലാത്തിനും നമുക്ക് അപ്പൊ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ഇതേപോലെ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ നമുക്ക് ആ സമയത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഹാബിറ്റുകൾ ലൈഫിൽ ഫോം ചെയ്യാനുള്ള ഒരു ഹെൽപ്പായിട്ട് അത് മാറും. അതിപ്പം ആർക്കൊക്കെ ഇത് കണക്ട് ആവുന്നുള്ളതെന്ന് അറിയില്ല, പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. കാരണം എന്റെ ലൈഫിൽ എനിക്ക് ഇപ്പൊ 3 വർഷം കൊണ്ട് ഞാൻ എത്ര ബുക്സ് വായിച്ച് തീർത്തിട്ടുണ്ടോ അതിനൊക്കെ ഈ ഒരു കാര്യം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെ 2 വർഷം കൊണ്ട് ഇത്രയും കൂടുതൽ പ്രോഗ്രാംസും ഇത്രയും ആളുകളിലേക്കൊക്കെ എത്തിപ്പെട്ടെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പറയും, എന്റെ ലൈഫിൽ ഇപ്പം ഫസ്റ്റ് പടച്ചോന്റെ സഹായം കൊണ്ട് മാത്രമാണ്, ഇപ്പൊ എന്റെ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര കൺസിസ്റ്റൻസി ഫോളോ ചെയ്യുന്ന ഇങ്ങനെ സ്ട്രാറ്റജി കൊണ്ടോ ഒന്നുമല്ല. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ഡിവൈൻ ഹെൽപ്പ് എല്ലാവർക്കും കിട്ടണം. അപ്പൊ നമ്മള് സ്വന്തം വിചാരിച്ചാൽ ഒരു കാര്യം ഈ ലോകത്ത് ചെയ്യാൻ പറ്റൂല. നമുക്ക് ഈ കഴിവ് തരുന്നതും ഇതേപോലെ പഠിക്കാനുള്ള മനസ്സ് തന്നതും ഓർമ്മശക്തി തരുന്നതും ഒക്കെ അവിടുന്നാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് പോലും ഒരു ഡിവൈൻ കോൺഷ്യസ്നെസ് ആണ്. നമുക്ക് ഇതുവരെ എവിടെയാണ് സബ് കോൺഷ്യസ് മൈൻഡ്, ചില ആൾക്കാർ ചോദിക്കുന്നത് എവിടെയാണ് സബ് കോൺഷ്യസ് മൈൻഡ്, തലച്ചോറിലാണോ ഹൃദയത്തിലാണോ? ചില ആൾക്കാർ ചോദിക്കും, ഹൃദയം പറയുന്നത് കേൾക്കണം എന്ന് പറയാറുണ്ടല്ലോ, അത് എങ്ങനെ അത് കേൾക്കുക, ഹൃദയത്തിന് സംസാരിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ എന്താ സംഭവം എന്നറിയാം. ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ടോട്ടലി നമ്മളുടെ ശരീരത്തിലുള്ള ഒരു കാര്യമല്ല, അതൊരു ഡിവൈൻ കോൺഷ്യസ്നെസ് ആണ്. ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ശ്വസിക്കുന്നുണ്ട്, നമ്മളുടെ ശരീരത്തിൽ ആകമാനം ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ട്, ഡ്രീംസ് കാണുന്നുണ്ട്, നമ്മൾ കോൺഷ്യസ്ലി ഒന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മളുടെ ഉള്ളിൽ ഒരു ആത്മാവ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ആ ആത്മാവ് ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ശ്വസിക്കുന്നതും കാര്യങ്ങളും ഒക്കെ. ആത്മാവുമായിട്ട് ഏറ്റവും കണക്ഷൻ ഉള്ള കാര്യമാണ് എന്ത്, ശ്വാസം. അതുകൊണ്ടാണ് ബ്രീത്ത് കൺട്രോൾ ചെയ്യുക. ബ്രീത്ത് കൺട്രോൾ ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൺട്രോൾ കിട്ടും എന്ന് പറയാൻ കാരണം എന്താണ്, ആത്മാവുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബ്രീത്ത്. അതില്ലെങ്കിൽ പരിപാടി ഇല്ല. ചിലപ്പം വെള്ളവും ഭക്ഷണമൊക്കെ ചിലപ്പോൾ കുറച്ചും കൂടി ടൈം കിട്ടും, പക്ഷെ ബ്രീത്ത് 1 മിനിറ്റോ 2 മിനിറ്റോ ബ്ലോക്ക് ആയ പരിപാടി ക്ലോസ്. മീൻസ് അതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എല്ലാ സമയത്തും മെഡിറ്റേഷനോ അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മൈൻഡിൽ ക്ലാരിറ്റി കിട്ടും. ഒരു ഹോർമോണിന്റെ ഇതിന്റെ പേരുണ്ടായിരുന്നു, മെഡിലാബ്ലാങ്കട്ട് അല്ല, വേറൊരു ഒറ്റ മിനിറ്റ് എപ്പോ പറഞ്ഞത്. ഇന്ന് ഞാൻ അതിനെ കുറിച്ച് നോക്കിയിരുന്നു, അതിന്റെ പേര് മറന്നു. അപ്പൊ ഞാൻ ഇപ്പൊ നോക്കിയിട്ടില്ല, പിന്നെയും മറന്നു. ആ, നമ്മളുടെ മെമ്മറി പവർ കൂട്ടുന്ന ഒരു നമ്മളുടെ ബ്രെയിനിൽ മെമ്മറി പവർ കൂട്ടുന്ന ഒരു പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് മെമ്മറി പവർ കൂട്ടാൻ എന്ത് ചെയ്താൽ മതി അറിയോ, ബ്രീത്ത് എക്സസൈസ് ഡെയിലി ചെയ്യുന്ന ആളുകൾക്ക് മെമ്മറി പവർ കൂടും. അതുകൊണ്ടാണ് മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാൾക്കുണ്ടല്ലോ ഭയങ്കര ഫ്ലോ സ്റ്റേറ്റ് ആയിരിക്കും. അവർ സംസാരിക്കുന്ന സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ചെറിയ സമയം കൊണ്ട് കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മെഡിറ്റേഷൻ ചെയ്ത് അവരുടെ ബ്രീത്തിനെ കൺട്രോൾ ചെയ്ത് മൈൻഡിൽ എങ്ങനെ ആവശ്യമില്ലാത്ത ഈ ടോക്സിക് ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടല്ലോ, നമ്മൾ പറയാറുണ്ട് നമ്മളെ ഹൃദയത്തിൽ ടാറ് പോലുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. കുറെ ആൾക്കാരോടുള്ള പക പോക്കാനുള്ള ചിന്തയും
ആൾക്കാർ ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ച വിഷമിപ്പിച്ച കാര്യങ്ങളോ അല്ലെ മറ്റുള്ളവരെ മുന്നിലിട്ട് കളിയാക്കിയ കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടെടുക്കാറുണ്ട്. ആ കൊണ്ട് നടക്കുന്നതനുസരിച്ച് എന്താ സംഭവിക്കുക അറിയോ? നമ്മളുടെ ഉള്ളിലുള്ള ആ മെമ്മറി പവറിനൊക്കെ അത് ബാധിക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം നെഗറ്റീവ് ഇമോഷൻസും നെഗറ്റീവ് ഫീലിങ്സും ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മളുടെ മെമ്മറി പവറും കോൺസെൻട്രേഷൻ പവറും ക്ലാരിറ്റിയും ഒക്കെ കുറയും. പക്ഷേ മെഡിറ്റേഷനും ഫോർഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ക്ലാരിറ്റി കൂടും. നമ്മൾക്ക് സ്പേസ് കിട്ടും കുറച്ചും കൂടെ പുതിയ അറിവുകൾ ശേഖരിക്കാൻ. നമ്മൾ പറയാമല്ലോ, ഒരു വലിയ മല കയറാൻ പോകുന്ന സമയത്ത് നമ്മൾ ബാക്കിലൊരു ബാഗ് എടുക്കല്ലോ. ഇപ്പം ഹിമാലയ കയറാൻ പോകാന്ന് വിചാരിക്കാം. ഹിമാലയ കയറാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഒരു ബാഗ് തോളുണ്ടാവുമല്ലോ, ഭക്ഷണവും ഡ്രസ്സും ഒക്കെ ആയിട്ട്. ഒരുപാട് ദിവസങ്ങളോളം എടുക്കൂല അതിന്റെ മുകളിൽ കയറാൻ. അപ്പൊ നമ്മളത് ആലോചിക്കുക, എന്തൊക്കെ കാര്യങ്ങൾ നമ്മളുടെ ബാഗിലിടും നമ്മൾ. മാക്സിമം കുറെ ഭക്ഷണവും കുറെ ഡ്രസ്സും ഒക്കെ ഇടുമോ? വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ഏറ്റവും കൂടുതൽ കനമില്ലാത്ത ഭക്ഷണങ്ങൾ പക്ഷെ എനർജി കിട്ടുന്ന ടൈപ്പ് ഭക്ഷണങ്ങൾ. ഡ്രസ്സ് ആണെങ്കിലും വലിയ ജാക്കറ്റും വലിയ കനമുള്ള സാധനങ്ങളും നമ്മൾ ബാഗിൽ എടുത്തിടൂല. അതിന് പകരം കനമില്ലാത്ത രീതിയിൽ നമ്മളുടെ ഹ്യൂമിഡിറ്റി, നമ്മളുടെ തണുപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ എടുത്തിടുക. ഇതേപോലെ തന്നെ നമ്മളുടെ മനസ്സ് നമ്മൾക്ക് വലിയ ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത കനുള്ള ദുഷിച്ച ചിന്തകളും ദേഷ്യവും വെറുപ്പും അസൂയയും അത്യാർത്ഥിയും അഹങ്കാരം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സും നമ്മളായിട്ട് ഇറക്കി വെച്ചാണ്ടല്ലോ ആ ബാഗ് ഭയങ്കര ഫ്രീ ആവും. നമുക്ക് ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള സ്പീഡ് കൂടും. നമ്മളിങ്ങനെ കിതച്ച് കയറണ്ട, നമുക്ക് കിതപ്പില്ലാതെ കയറാൻ നമ്മളെ സഹായിക്കും നമ്മളുടെ മനസ്സ് വൃത്തിയാക്കിയാൽ. അതുകൊണ്ടാണ് ലൈഫിൽ മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ സംഭവം എല്ലാവരും ലൈഫിൽ ഒരു തവണയെങ്കിലും പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത്. അത് ചെയ്തിട്ട് ലൈഫിൽ റിസൾട്ട് ഉള്ള ആൾക്കാർ ഇപ്പൊ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മളുടെ സെഷൻസ് അറ്റൻഡ്, ഇപ്പം സത്യൻ സാർ ഉണ്ട്, സഫ്വാന മാം ഉണ്ട്, വേറെ ഇപ്പം സുഹറ മാം, റിഷാദ് സാർ, നമ്മളെ റിഷാദ് സാർ ആണത്. അപ്പോൾ കുറെ ആൾക്കാർ നമ്മളുടെ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തിട്ട് തന്നെ അവർക്ക് മൈൻഡിന്റെ ആ ക്ലെൻസിങ് ഉണ്ടല്ലോ, നമ്മളുടെ മനസ്സിലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ട് നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് ഓരോ നിമിഷത്തിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറഞ്ഞിട്ട് ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ കാര്യങ്ങൾക്ക് പോലും, ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്ന സമയത്ത് ലൈഫിലേക്ക് കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള കാര്യങ്ങൾ കടന്നു വരും. ഇതേപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ് ആൻഡ് എനർജി മാനേജ്മെന്റ് എന്ന് പറയും. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, നമ്മൾ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നമ്മള് റിഷാദ് സാർ തന്നെ ആണല്ലേ, ഓക്കെ, താങ്ക് യു കേട്ടോ. നമ്മുടെ ലൈഫില് നമുക്ക് പാസ്റ്റിൽ നടന്നു പോയിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാവല്ലോ, പല ആളുകൾ നമ്മളെ ഹേർട്ട് ചെയ്തതും നമ്മൾ അങ്ങോട്ട് ബുദ്ധിമുട്ടിച്ചതും തുടങ്ങിയിട്ട് നമ്മുടെ സെൽഫിനെ കുറിച്ച് മോശമായിട്ട് ചിന്തിച്ചതും ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ, ഇപ്പം നമ്മളെ കരിയറിനെ കുറിച്ചായിരിക്കും, റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കും, ഹെൽത്തിനെ കുറിച്ചായിരിക്കും, ഫാമിലിനെ കുറിച്ചായിരിക്കും, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുള്ള ടെൻഷനുകൾ മാറ്റി വെച്ചിട്ട് ഈ നിമിഷത്തിലുണ്ടല്ലോ, ഈ നിമിഷത്തിൽ ശരിക്കും നമുക്ക് എന്തുണ്ട്, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇവിടെ അല്ല. ഭാവിയിലേക്ക് ചിന്തിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ, അല്ലെ ബാക്കോട് ചിന്തിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മെച്ചമുണ്ട്, നമ്മളുടെ ജീവിതത്തിൽ പ്രൊക്രാസ്റ്റിനേഷൻ കുറച്ചെടുക്കാൻ പറ്റും. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് തോന്നുന്നത് എന്താ പറയുക, നമ്മളിങ്ങനെ നീട്ടി വെക്കുന്നത് അത് വലിയൊരു ടാസ്ക് അല്ലേ. ഒരു ബുക്ക് എഴുതി തീർക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് അല്ലേ, കുറെ വർഷങ്ങൾ എടുത്തിട്ട് വേണ്ട എഴുതുക. ആ രീതിയിൽ നമ്മളിങ്ങനെ അടുത്ത ദിവസം തുടങ്ങുക, അങ്ങനെ നീട്ടി വെച്ചിട്ട് തുടങ്ങുക പോലും ഇല്ല. അപ്പൊ നേരത്തെ മിസ്സിനെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ രീതിയിൽ നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ഒരു പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ആൾക്കാരായിട്ട് തുടങ്ങുകയില്ല, പെർഫെക്ഷനിസം ലൈഫിലുള്ള ആൾക്കാരായിട്ട് തീർക്കുകയില്ല. എത്ര ചെയ്താലും അവർക്ക് തോന്നും ഇത് റെഡി ആയില്ലല്ലോ, ഒന്നും കൂടെ കറക്റ്റ് ചെയ്യണമല്ലോ ആ രീതിയിൽ. പക്ഷെ പെർഫെക്ഷനിസം ഉള്ളത് പിന്നെ ഓക്കെയാണ്. പ്രൊക്രാസ്റ്റിനേഷൻ ആണ് നമ്മളുടെ ലൈഫിൽ നീട്ടി വെക്കുന്ന സ്വഭാവമാണ് ഏറ്റവും പ്രശ്നം. മറ്റേതാകുമ്പോൾ കുറച്ചെങ്കിലും നമ്മൾ ചെയ്യല്ലോ, നമ്മളൊരു എഫേർട്ട് എടുത്തിട്ട് തീർന്നാലല്ലേ നമുക്ക് പെർഫെക്ഷനിസം ആക്കാൻ പറ്റുള്ളൂ, വീണ്ടും പുതുക്കി സെറ്റപ്പ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നല്ല മൈൻഡ്ഫുൾനെസ്സും അതേപോലെ എനർജി മാനേജ് ചെയ്യാൻ. നമ്മളുടെ എനർജി മാനേജ് ചെയ്യണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒന്ന്, നല്ല രീതിയിലുള്ള ഉറക്കം. ഈ ഫോണ് ഒരു 10 മണി ആകുമ്പോഴത്തേന് ഓഫ് ആക്കുന്നുള്ള, 10 മണി ഇപ്പൊ തന്നെ ആവാനായില്ല, 10:30 ആയിക്കോട്ടെ, 10:30 ആകുമ്പോഴത്തേന് ഫോൺ ഓഫ് ആക്കുക, അല്ലെ ലാപ്ടോപ്പ് ഞാൻ ഓഫ് ആക്കി വെക്കും എന്നുള്ള പ്രതിജ്ഞ എടുക്കുക. അല്ലെങ്കിൽ ആ സമയമാകുമ്പോഴത്തേന് ഫോൺ ഓഫ് ആകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സിസ്റ്റം, അതിനുള്ള ഒരു ടൂൾ ഉണ്ടായിരുന്നു കേട്ടോ, ഫോക്കസ് മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൂൾ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇത് വെക്കല്ലേ,
സ്ലീപ്പ് മോഡൊക്കെ ആക്കുന്ന രീതിയിൽ ഒരു ഫോക്കസ് മോഡ് എന്നൊരു സംഭവം ഉണ്ട്. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോക്കസോട് കൂടിയിട്ട് അലാറം മാത്രമേ അടിയുള്ളൂ, വേറെ ഒന്നും അതിലേക്ക് വരും. ഇതേപോലെ തന്നെ ഉറക്കം ഒന്ന് റെഗുലേറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു 10:30 മുതൽ 5:30 വരെ എന്നുള്ള രീതിയിൽ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ ഭക്ഷണം കഴിക്കുന്നത് നമ്മളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളെ എനർജിയുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ ആവശ്യമില്ലാത്ത കണ്ട ഓയിലി ഫുഡും എല്ലാം കൂടി വലിച്ചു വാരി കഴിച്ചു കഴിഞ്ഞാൽ, ബിരിയാണിയൊക്കെ വയറ് നിറച്ച് കഴിച്ചാൽ, അല്ലെ മന്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി തളരാറില്ലേ? തളരാറില്ലേ മീൻസ് ഉദ്ദേശിച്ചത് നമ്മളിങ്ങനെ ഉറക്ക് ഫീൽ ചെയ്യാറില്ലേ? അത് എന്തുകൊണ്ടാണെന്നറിയാം? ആരെങ്കിലും ചിന്തിച്ചു അതെന്തുകൊണ്ടാന്ന്? ആ ഭക്ഷണം ഈ ശരീരത്തിന് ഈ വെളിച്ചെണ്ണയും എല്ലാം കൂടെ നെയ്യും എല്ലാം കൂടെ ഫാറ്റും എല്ലാം കൂടെ കയറുന്ന സമയത്ത്, കാർബോഹൈഡ്രേറ്റ്സും എല്ലാം കൂടെ ഷുഗർ കണ്ടന്റ് ആണല്ലോ കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം കൂടെ കയറുന്ന സമയത്ത് അത് ദഹിപ്പിച്ചെടുക്കാൻ ശരീരത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ കാണാറില്ല ചില ഇഞ്ചിന് ചൂടാവുന്നത്, കൂടുതൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഇഞ്ചിൻ ചൂടാവാറില്ലേ? അതേപോലെ നമ്മളുടെ ഡൈജസ്റ്റൻ സിസ്റ്റം ചൂടാവുന്ന സമയത്ത് ബോഡി തളരും. ബോഡി തളരുമ്പോൾ അത് മൈൻഡിനെ ബാധിക്കും, ഉറക്ക് വരും. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒന്ന് ടൈം ഒന്ന് റെഗുലേറ്റ് ചെയ്തിട്ട്, അതേപോലെ കുറെ ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന പകരം ഒന്ന് ക്ലാസ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ക്ലാസ്സുള്ള ദിവസം മാത്രമല്ല ടവർ, അല്ലാത്ത ദിവസങ്ങളിലും രാത്രി കിടക്കുന്നതിന് മുന്നേ കുറച്ച് ഒരു 7 മണി ഒരു 7 ആകുമ്പോഴത്തേനും ഭക്ഷണം കഴിക്കുന്ന പരിപാടി കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ ഡെയിലി കുറച്ച് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. ലൈഫിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് പല ഡോപ്പമൈൻ റിലീസിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഡോപ്പമൈൻ റിലീസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താണ് ഈ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് ഡോപ്പമൈൻ റിലീസ് ആവാറുണ്ടെന്ന്. ഇതേപോലെ തന്നെയുള്ള ഒരു ബെനിഫിറ്റ് ആണ് എക്സസൈസ് ചെയ്യുന്ന സമയത്തും ഇതേപോലുള്ള ഡോസ് എന്ന് പറയാറില്ല, ഡോപ്പമൈന്, ഓക്സിറ്റോസിന്, സെറട്ടോണിന്, എൻഡോർഫിൻ തുടങ്ങിയിട്ടുള്ള ഹോർമോൺസ് ഉണ്ട് നമ്മളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഹോർമോൺസ് ശരിക്ക് നമ്മളുടെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എല്ലുകൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യല്ലോ. എല്ലുകൾ തമ്മിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഒരസുന്ന സമയത്ത് ഇങ്ങനെ 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 ആവുമല്ലോ. നമ്മൾ കുറച്ച് പുഷപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു എഫേർട്ട് എടുത്ത് ചെയ്യുന്ന സമയത്ത്, അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു എഫേർട്ട് എടുക്കുന്ന സമയത്ത് ഇതേപോലുള്ള ഹോർമോൺസ് നമ്മളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. സെറട്ടോണിൻ പോലുള്ള ഹോർമോൺസ് നമ്മളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എക്സസൈസ് ചെയ്യുമ്പോൾ. നമ്മളുടെ ഫിറ്റ്നസ് മാത്രമല്ല, നമ്മൾക്ക് കോൺസെൻട്രേഷനും മെമ്മറി പവർ ഒക്കെ കൂടുന്ന രീതിയിലുള്ള ഹോർമോൺസും കൂടെ എക്സസൈസ് ചെയ്യുന്ന സമയത്തും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതും കൂടെ ഒന്ന് മൈൻഡിൽ വെക്കുക. നിങ്ങൾ ഹോർമോൺസ് അടിച്ചു നോക്കിയാൽ കിട്ടും, ഡോസ് എന്ന് അടിച്ചാൽ മതി. അപ്പൊ അതിനെക്കുറിച്ച് അടിച്ചാൽ അതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. ഇതേപോലെ തന്നെ ആള് ഒരു ദിവസേന ഡെയിലി ഒരു മെഡിറ്റേഷൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ചെറിയൊരു മെഡിറ്റേഷൻ എങ്കിലും, ഇപ്പൊ നിങ്ങൾക്ക് അഥവാ മെഡിറ്റേഷൻ ഇപ്പൊ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നമ്മളുടെ മിസ് ഞങ്ങളൊന്ന് താഴെ നമ്പർ ഒന്ന് കൊടുത്തേക്കിട്ടോ. നമ്മളുടെ ടീം മെമ്പർ കണക്ട് ചെയ്താൽ മതി. മെഡിറ്റേഷൻ മാത്രം നമ്മൾ അയച്ചു തരുന്നുണ്ട്. ഡെയിലി ഒരു 5 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ചെയ്താൽ ഒന്നും കൂടെ ലൈഫിൽ ഒരു ക്ലാരിറ്റി കിട്ടും. പിന്നെ ഇതേപോലെ എന്ത് തന്നെ നമ്മൾ ലൈഫിൽ ഫോളോ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഗോള് വേണം. ലോങ് ടേം ഗോള് സെറ്റ് ചെയ്തിട്ട് അതിനുള്ള ഡെയിലി ടാസ്കുകളാക്കി മാറ്റുക. ഇതേപോലെ ഡെയിലി നമുക്ക് റെമ്യൂണറേഷൻ കിട്ടുന്ന രീതിയിലുള്ള ടാസ്ക് ആക്കി മാറ്റുക. അത് ത്രൂ നമുക്ക് വരുമാനം വർദ്ധിപ്പിച്ചെടുക്കാനും പറ്റും. പിന്നെ അതിലുള്ളത് റിവാർഡ്, പ്രോഗ്രസ്, സ്കെഡ്യൂള്, റിമൂവ് ഡിസ്ട്രാക്ഷൻസ്. അപ്പൊ ഇതൊക്കെയാണ്, ഈ പോയിന്റുകളൊക്കെയാണ് നമുക്ക് പ്രൊക്രാസ്റ്റിനേഷൻ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പൊ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ അതാ മിസ്സിന് താഴെ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 8137023966 നമ്മുടെ ടീം മെമ്പർ, ടീം ലീഡറിന്റെ നമ്പറാണ്. ആളെ കണക്ട് ചെയ്ത ആള് നിങ്ങളെ ഗൈഡ് ചെയ്യും കേട്ടോ. അപ്പൊ നമ്മൾ ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് പോവാം. ജസ്റ്റ് പ്രൊക്രാസ്റ്റിനേഷൻ ഇത് എന്താ സംഭവം എന്നറിയോ? ഇന്നിപ്പോ ഇങ്ങനെ ക്ലാസ് ഒക്കെ കേൾക്കും, നാളെ തൊട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്നിട്ട് നാളെ രാവിലെ ആകുമ്പോ അല്ലേ നാളെ തുടങ്ങാം, അടുത്ത ദിവസം തുടങ്ങാന്ന് പറഞ്ഞ് പോവരുത് ദയവ് ചെയ്തിട്ട്. എന്ത് ചെയ്യുക, നാളെ തന്നെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്ത് തുടങ്ങിക്കോളി. ബാക്കി അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് അങ്ങനെ വന്നോളും. മൈൻഡിന് അതൊരു ഹാബിറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഡെയിലി അതിനുള്ള റിവാർഡ് കിട്ടുന്നുണ്ട് എന്നുള്ള വിശ്വാസം മൈൻഡിന് വന്നു കഴിഞ്ഞാൽ മൈൻഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നൊരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് വരാനുണ്ട് കേട്ടോ, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ വരാനുണ്ട് കേട്ടോ എന്നുള്ള രീതിയിൽ മൈൻഡ് നമ്മളെ റിമൈൻഡ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് അണ്ടർസ്റ്റാൻഡ് വൈ യു പ്രൊക്രാസ്റ്റിനേറ്റ്. എന്തുകൊണ്ടാണ് പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. അത് ഫിയർ കൊണ്ടാണോ, ഫെയിലിയർ ആവുന്ന പേടിച്ചിട്ടാണോ, അല്ലെങ്കിൽ ബോറിംഗ് ആയിട്ടുള്ള കാര്യമായിട്ടാണോ, അല്ലെങ്കിൽ പെർഫെക്ഷനിസ്റ്റിക് മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടാണോ എന്ന് ചിന്തിക്കാം. രണ്ടാമത്തേത് ബ്രേക്ക് ടാസ്ക് ഇൻറ്റു മൈക്രോ ടാസ്ക്. എങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തീർക്കാണെങ്കിൽ
അത് ചെറിയ ടാസ്കുകളാക്കിയിട്ട് വീതിക്കുക. വലിയ കാര്യങ്ങളിലേക്ക് ഒരുമിച്ച് വലിയൊരു അസൈൻമെന്റ് മൊത്തം എഴുതി തീർക്കാന്ന് വിചാരിക്കുന്നതിന് പകരം ഞാൻ ഒറ്റൊരു സെന്റൻസ് ഒരു 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 പാരഗ്രാഫ് എങ്കിലും ഇപ്പൊ എഴുതട്ടെ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കുക. അല്ലെങ്കിൽ ഒരു 10 വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളെ ജസ്റ്റ് ഞാൻ എന്റെ കയ്യിലുള്ള ചില ആൾക്കാർ നീട്ടി വെക്കുന്നത് ഞാൻ കാണാറുണ്ട്. എന്റെ കൂടെ എന്റെ ബാച്ചിൽ ഞാൻ GC എന്ന് പറഞ്ഞ ഗൈഡഡ് കോർ എന്നുള്ള പ്രോഗ്രാം ചെയ്തിരുന്നു 2022 മെയ്യിൽ. അപ്പൊ അന്ന് ചെയ്ത സമയത്ത് അന്ന് എന്നോട് ഒരാൾ പറഞ്ഞിരുന്നു എനിക്കും വീഡിയോ, ഞാൻ അന്ന് അത് കിട്ടിയ അന്ന് തുടങ്ങിക്കുന്നു ഇങ്ങനെ ഉള്ള രീതിയിൽ. ഇപ്പം എന്റെ കയ്യിൽ അന്നൊരു ചെറിയൊരു മറ്റേ സാംസങ്ങിന്റെ ഫോൺ, അത് ചെറുത് നല്ല കേട്ടോ, അന്ന് എനിക്ക് ഗ്രേറ്റ്ഫുൾ ആണ്. അന്ന് അത്രയും വലിയ തന്നെ ആയിരുന്നു. അന്ന് ഉള്ള ഫോൺ കൊണ്ട് ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയതാണ്. ദാറ്റ് മീൻസ് അന്ന് എന്നോട് അതിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു, ആളെ പേരൊന്നും ഞാൻ പറയൂല, എനിക്കും ഇതേപോലെ വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളെ വെച്ച് തുടങ്ങിക്കോളി, ഉള്ളത് വെച്ച് തുടങ്ങിക്കോളി. ഓരുണ്ടല്ലോ ഇപ്പൊ 3 വർഷം കഴിഞ്ഞ് ഇപ്പോഴും പറയുന്നത് എനിക്ക് അതിനനുസരിച്ചുള്ള ക്യാമറയും എഡിറ്ററേയും ഒന്നും കിട്ടിയിട്ടില്ല, ഞാൻ തുടങ്ങിയില്ല ഇപ്പോഴും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അന്ന് ഞാൻ എന്ത് ചെയ്തു, ഉള്ളത് വെച്ച് ഞാൻ എന്റെ ബെനിഫിറ്റ് പറയല്ല, നമ്മളുടെ ലൈഫിലും ഉള്ളത് വെച്ച് നമ്മൾ തുടങ്ങാൻ റെഡി ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ പടച്ചോൻ ഇങ്ങനെ എത്തിച്ചേരും, ദൈവം ഇങ്ങനെ എത്തിച്ചേരും ആളുകളാ. ഇപ്പൊ മിസ്ന വന്ന്, മുർഷിദ വന്ന്, തസ്ലിമാം വന്ന്, ഫൈറൂസ മാം വന്ന്, നമ്മുടെ ടീമിൽ ഇപ്പം സംസാരിക്കുന്ന ഓരോരുത്തരും നമ്മളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് വന്നതാണ്. ഞാനിപ്പോ അന്ന് ഞാൻ ആ വീഡിയോ ചെയ്യുന്നില്ല. അന്നത്തെ വീഡിയോ ചെയ്ത എനിക്ക് വീട്ടിൽ നിന്നൊക്കെ ഞാൻ ദുബായിലുള്ള സമയത്താണ് ചെയ്തത്. എന്തൊക്കെ ആദ്യമായിട്ട് ചെയ്യല്ലേ, പനിയൊക്കെ ഉള്ള സമയത്താണ് മൈൻഡിൽ വന്ന് വീഡിയോ ചെയ്താൽ തുടങ്ങാം. അതിനെ എടുത്തിട്ട് പനിയൊക്കെ ഉള്ള സമയത്താണ് ഞാൻ വീഡിയോ ചെയ്ത മോഡലായിട്ടാ പറയുന്നത്. നിങ്ങൾക്ക് യൂട്യൂബ് എടുത്ത് നോക്കി എപ്പോഴും കാണാം. 4 വർഷം 3 വർഷം മുന്നുള്ള. എന്റെ പേര് അഫ്സൽ മാജിദ് ആണ്. ഞാൻ ഒരു കഥ പറയാൻ പോവാ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു ആ രീതിയിൽ തുടങ്ങിയതാണ്. ഇപ്പൊ അൽഹംദുലില്ലാ ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ ഉള്ള ഒരു സ്റ്റേറ്റിലെ വലിയ വലിയ സെറ്റപ്പ് ആയി എന്നൊന്നല്ല പറഞ്ഞത്, പക്ഷെ ഇപ്പൊ ഉള്ള ഒരു സ്റ്റേറ്റിലേക്ക് അൽഹംദുലില്ലാ എത്തിപ്പെടാൻ ഉള്ളത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി, അതും എന്റെ കഴിവല്ല, അതും അവിടെ നിന്നുള്ള ഒരു സപ്പോർട്ട് കൊണ്ടാണ്, ഡിവൈൻ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് തുടങ്ങാനും. കാരണം എന്താണ്, ഞാനിത് തുടങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ഇതേപോലുള്ള പ്രോഗ്രാംസോ അല്ല ഇതിൽ വന്നിട്ട് നല്ല ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ടുവരുന്ന ആളുകളിലേക്കൊക്കെ എത്തിപ്പെടുന്ന അത്രയും ഉള്ളിൽ അത്രയും കനല് പോലെ എരിയുന്ന ഒരു കാര്യമാണ്. ഓരോ പ്രോഗ്രാം നടത്തുമ്പോഴും ഇൻഷാ അല്ലാ പഠിച്ചോനെ കാക്കണേ, ആ നല്ല മനുഷ്യന്മാർ എത്തിച്ചു തരണേ, ആളുകൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ട് കൊടുക്കണേ, അങ്ങനെയുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് മനുഷ്യന്മാരിലേക്ക് നന്മ എത്തിക്കുക. ഒരാള് നല്ല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും. ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത ജനറേഷനിലേക്ക് ആ സമാധാനം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് ഒരു ഉപ്പയും ഉമ്മയും സമാധാനത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികളിലേക്ക് ട്രോമകൾ പാസ് ഓൺ ചെയ്യൂല. ഈ ജനറേഷനോട് കൂടി ട്രോമകൾ, അല്ലെങ്കിൽ എന്താ സംഭവിക്കുക അറിയോ, പഴയ ജനറേഷൻ നമ്മുടെ ഉപ്പ ഉമ്മ അനുഭവിച്ച വിഷമങ്ങളും ദേഷ്യങ്ങളും ഒക്കെ അവരുടെ മനസ്സിലുണ്ടാവും. അത് അവരറിയാതെ നമ്മളുടെ ജീവിതത്തിലേക്ക് തരും. ആ ദേഷ്യവും ട്രോമകളൊക്കെ നമ്മളെ മക്കളിലേക്ക് കൊടുക്കും. അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോവുക ചെയ്യാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എഫേർട്ട് എടുത്തിട്ട് നമ്മളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ, നമ്മളുടെ മനസ്സ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിന് പകരം നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സെൽഫ് കൺട്രോൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ആ സെൽഫ് കൺട്രോൾ കൊണ്ടുവന്നാൽ തന്നെ ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങും. നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള മാറ്റങ്ങളല്ല, നമ്മൾ വിചാരിക്കുക പോലും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ. ഞാനിപ്പോ ഇന്നലെ ഒരു സെഷന്, ഇന്നലത്തെ രാത്രി സെഷനിൽ ഞാൻ പറഞ്ഞു, 2022 മെയ്യിൽ ഞാൻ ഈ പ്രോഗ്രാം ചെയ്ത് അതിനുശേഷം അവരുടെ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു, മെഗാ ഇവന്റ് എന്ന് പറഞ്ഞിട്ട് 2022 ജൂലൈയിലാണ്. അപ്പൊ 2 മാസം കഴിഞ്ഞിട്ട് ഒരു ഇവന്റ്, ആ ഇവന്റിന് വേണ്ടി മാത്രം ഞാൻ അന്ന് ദുബായിൽ നിന്ന് 3 ദിവസത്തേക്ക് നാട്ടിൽ വന്നിട്ടുണ്ട്. അതും ഞാൻ കോഴിക്കോടാണ് എൻ്റെ വീട്. വീട്ടിലേക്ക് വരാതെ നേരിട്ട് എറണാകുളത്ത് പോയി ഇറങ്ങി, വീട്ടുകാരോട് ഉമ്മയും ഉപ്പയും അനിയത്തിയും ഒക്കെ അവിടേക്ക് എത്തി. എന്നിട്ട് അനിയത്തിയും മോളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്ത് 2 ദിവസം ഞങ്ങൾ അവിടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് അവിടുത്തെ ഹോട്ടലിൽ തന്നെ സ്റ്റേ ചെയ്ത് അവര് വീട്ടിലേക്ക് പോകുന്ന, ഞാൻ തിരിച്ച് ഗൾഫിൽ തന്നെ പോയി. അപ്പൊ എന്നോട് ഉമ്മയൊക്കെ ചോദിച്ചു, എനിക്ക് എന്താ ഭ്രാന്ത, നീ എന്തിനാ അപ്പൊ അങ്ങനെ ഇത്രയും 10-50,000 റുപ്യ മുടക്കിയിട്ട് 3 ദിവസത്തേക്ക് ഈ നാട്ടിൽ പോയി, എനിക്കെന്തോ സുഖല്ലേ? പക്ഷെ എന്താ സംഭവം എന്നറിയോ, അന്ന് അവിടെ വെച്ചിട്ട് ഞാൻ മൈൻഡിൽ ഒരു ഇന്റൻഷൻ കൊടുത്തത് മാത്രമല്ല, എന്റെ മെന്റേഴ്സിനോട് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്, അജ്ലാന്, റിൻഷ മാം, ലാമി മാം ഒക്കെ. അവരോട് ഞാൻ രാത്രി എല്ലാവരും പ്രോഗ്രാം കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് പോയിട്ട് ഞാൻ ഗൈഡിനോട് കുറച്ചു നേരം സംസാരിക്കാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത്
ആ സമയത്ത് ഞാനിങ്ങനെ മെന്റേഴ്സുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇതേപോലുള്ള പ്രോഗ്രാംസ് എനിക്കും നടത്തണം, ഞാൻ നടത്തും ഇൻഷാ അള്ളാഹ്. ദാറ്റ് മീൻസ് ആ ഒരു ഇന്റൻഷൻ വെച്ചതിന്റെ മോളാണ് ഇപ്പം ഈ നടക്കുന്ന 2-3 ഇവന്റുകൾ നടന്നതും അത് ത്രൂ ആളുകളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വന്നതും ഒക്കെ ആ ഒരു ഇന്റൻഷനും അന്ന് മനസ്സിൽ തോന്നിച്ച കാര്യം ഉണ്ടല്ലോ. അപ്പൊ ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ ഒരു വിധത്തിലും പോരൂല. ഞാൻ ഒന്നുമില്ലെങ്കിൽ അക്കൗണ്ടന്റ് ആയിട്ട് ആ സമയത്ത് വർക്ക് ചെയ്യുന്നത്. ഒരു അക്കൗണ്ടന്റിന്റെ രീതിയിൽ ചിന്തിക്കുമ്പോൾ 50,000 റുപ്യ കൊടുത്തിട്ട് ഒരു പ്രോഗ്രാമിന് പോവുക. പ്രോഗ്രാമിന്റെ ഫീസ് 2,500 റുപ്യ ഉള്ളൂ. പക്ഷെ നാട്ടിൽ വരാനും പോവാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഉള്ള 40,000 50,000 ചെലവാ. പക്ഷെ അത് മുടക്കാൻ എനിക്ക് നിർബന്ധമായിട്ട് പോണെന്ന് തോന്നി കഴിഞ്ഞപ്പോ ആ ആക്ഷൻ എടുത്തതിന്റെ മുകളിലാണ് ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, ഈ പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് 39 ആഴ്ചകളായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ എന്ത് പറയുമ്പോഴും താങ്ക് യു ഗോഡ് പറയും. കാരണം എല്ലാം ഗൈഡൻസ് ആണ്. കാരണം നമുക്കൊരു കാരണം എന്താ അറിയോ, എന്നെ അപേക്ഷിച്ചോളം എനിക്ക് ചെറുപ്പത്തിലേ ഇങ്ങനെ ആളുകളോട് സംസാരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കലൊക്കെ കുറവായിരുന്നു കേട്ടോ. എനിക്ക് ഈ ടോപ്പിക്, ഈ വാല്യൂസ് മോറൽസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ഞാൻ സംസാരിക്കാറുണ്ടേ ഉള്ളൂ. അല്ലാത്ത പാർട്ടി, ഇപ്പൊ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എനിക്ക് അധികം ഒന്നും അറിയില്ല. ആരാ പ്രധാനമന്ത്രി എന്നറിയാം, പക്ഷെ ബാക്കി അതിന്റെ അടിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ വളരെ ചുരുക്കം മാത്രമേ എനിക്കറിയൂ. കാരണം എന്റെ ഒരു മേഖല അല്ല. എനിക്ക് ആരോടും ദേഷ്യമോ, എല്ലാ പാർട്ടിനോടും ഇഷ്ടമാണ്, അങ്ങനെ എല്ലാ പാർട്ടിനോടും അല്ല കേട്ടോ, പാർട്ടിനോട് പ്രശ്നമുണ്ട്, പക്ഷെ ബാക്കി എല്ലാത്തിനോടും ഇഷ്ടമാണ്. പക്ഷെ എന്താ എനിക്ക് അതിനെ കുറിച്ച് ഞാൻ അധികം പത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പൊളിറ്റിക്കൽ കാര്യങ്ങളെ കുറിച്ച് ഞാൻ നോക്കാറില്ല. ഞാൻ ശ്രദ്ധിക്കാറില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു മേഖലയാണ്. ഞാൻ ആ പത്രം വായിക്കുന്ന സമയം കൂടെ എന്ത് ചെയ്യും, ടൈം കിട്ടിയാൽ ഏതെങ്കിലും ഒരു ബുക്ക് എടുത്ത് വായിക്കും. ഇപ്പൊ ഏതെങ്കിലും തിങ്ക് ആൻഡ് ഗ്രോ റിച്ചോ അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ബുക്സ്, ആറ്റമിക് ഹാബിറ്റ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട് എഫക്റ്റ്, അല്ലെങ്കിൽ ഇതാ ഇപ്പൊ എന്റെ കയ്യിലുള്ള ഒരു ബുക്കാണ് ഫക്കീറിന്റെ മിഠായികൾ എന്ന് പറഞ്ഞിട്ട്. അതൊരു സ്പിരിച്വൽ കണക്ഷൻ ഉള്ള ബുക്കാണ്. അതേപോലെ ഏതെങ്കിലും സ്പിരിച്വലി മൈൻഡ്, ബിസിനസ് അല്ലെങ്കിൽ സൈക്കോളജി തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രമേ വായിക്കാറുള്ളൂ. വേറെ ഒരു ടോപ്പിക്കും കഥകളും ഞാൻ വായിക്കാറില്ല. അപ്പൊ എന്താ അത് എന്റെ കേസ് പറഞ്ഞതാട്ടോ. ഇതേപോലെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന ചില മേഖലകൾ ഉണ്ടാവും. അതിലേക്ക് കൂടുതൽ എന്താ പറയുക, നമ്മുടെ പെരേറ്റോ പ്രിൻസിപ്പിൾ എന്നൊരു സംഭവം ഉണ്ട്. 80-20 റൂൾ എന്ന് പറയും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളെ ടൈം എക്സീഡ് ചെയ്തോ മിസ്ന? ഓക്കെ അല്ലേ? നമ്മൾ എത്രയും ചെയ്ത് തുടങ്ങി 8:15 ഇന്ന് കുറച്ച് നീണ്ടു പോകുന്നുണ്ട്. കുഴപ്പമില്ലല്ലോ, നാളെ ഞായറാഴ്ച അല്ലേ. ഒറ്റൊരു കാര്യം കൂടി ഇതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തും. എന്താ സംഭവം എന്നറിയോ? ഒരു കാര്യം ആലോചിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗാർഡൻ ഉണ്ടെന്ന് വിചാരിക്കും. ഒരു നല്ലൊരു പൂന്തോട്ടം ഉണ്ട്. പൂന്തോട്ടം മീൻസ് നിങ്ങൾ പൂവിന്റെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. നിങ്ങൾക്ക് ഇപ്പൊ കാണല്ലേ, ഇപ്പൊ നമ്മള് ഡെക്കറേഷന് വേണ്ടിയിട്ടും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൂവ് ഉപയോഗിക്കാറില്ലേ? ഇപ്പം പെർഫ്യൂമുകൾ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്, സോപ്പ് തുടങ്ങി പല കാര്യങ്ങൾക്കും. അപ്പൊ ആ പൂവിന്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്ക് പലതരത്തിലുള്ള പൂവുകളുണ്ട്. അതില് ഒരു 20% ചെടീന്റെ മുകളിലാണ് 80% പൂവ് ഉണ്ടാകുന്നത്. ഫുള്ള് പലതരത്തിലുള്ള പൂവുകൾ ഉണ്ടെങ്കിൽ പോലും 20% പൂവുകളിൽ ആണ് 80%-ഓളം പൂവുകൾ ഉണ്ടാകുന്നതെന്ന് വിചാരിക്കുക. ബാക്കിയുള്ളവരൊക്കെ കുറച്ച് കുറച്ച് പൂവ് ഉണ്ടാകുന്ന ടൈപ്പ് ചെടികളാണ്. മനസ്സിലായോ? ചിലതിൽ നല്ലോണം പൂവുണ്ടാകുന്ന ടൈപ്പ് ചെടികളാണ്, ചിലതിൽ വളരെ ചുരുക്കം പൂവുണ്ടാകുന്ന ചില ചെടികളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആ ബിസിനസ്സിലെ ലാഭം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക? നമ്മള് ഏത് പൂവാണോ കൂടുതൽ ഉണ്ടാവുന്നത് ആ പൂവ് മാത്രം ഉണ്ടാക്കാൻ തുടങ്ങും. അടുത്തൊരു വിളവെടുപ്പ് അല്ലെങ്കിൽ അടുത്ത ടൈം പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള 80% പൂവായിട്ട് ഒഴിവാക്കിയിട്ട് കൂടുതൽ ഏത് പൂവാണോ ഉണ്ടാവുന്നത് അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. 100% അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മളുടെ വരുമാനം ഓട്ടോമാറ്റിക്കലി കൂടൂലേ? ഇത് തന്നെയാണ് പെരേറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന 80-20 റൂൾ എന്ന് പറയും. നമ്മളുടെ ലൈഫിലും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഒരു 20% കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതിൽ നമുക്ക് വരുമാനവും ഇംപ്രൂവ്മെന്റും ഗ്രോത്തും കൊണ്ടുവരുന്നത്. ആ കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മൊത്തം എല്ലായിട്ടും ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ കരിയറിന്റെ കാര്യമായിട്ടാ മെയിൻ ആയിട്ട് പറഞ്ഞത്, അതുകൊണ്ട് എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാ. അപ്പൊ കരിയറിന്റെ കാര്യം എന്ത് ചെയ്യുക, എന്തിലാണോ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരുന്നത്, എന്തിലാണോ നമുക്ക് കൂടുതൽ വരുമാനം സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്നത്, ആ ഹാബിറ്റുകൾ. ഇപ്പൊ ഞാൻ വരുമാനം സൃഷ്ടിക്കുന്ന ബിസിനസിനെ പറ്റി ജോലിനെ പറ്റി മാത്രമല്ല പറയുന്നത്, ഹാബിറ്റുകൾ. ഏത് ശീലം ഞാൻ ഡെയിലി ഫോളോ ചെയ്താലാണ് എന്റെ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാം. ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഏതൊക്കെയാണ് എന്റെ ടൈം കൂടുതൽ വേസ്റ്റ് ചെയ്യുന്നതും
ഏതൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ലൈഫിലേക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അതിലേക്ക് മാത്രം ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ടൈം ഇൻവെസ്റ്റ് ചെയ്ത് എന്ത് സംഭവിക്കും? നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് സ്പീഡർ ആവും. മെല്ലെ മെല്ലെ ഇങ്ങനെയൊക്കെ പോകുന്നതിന് പകരം സ്പീഡർ ഗ്രോത്ത് സംഭവിക്കാൻ തുടങ്ങും. അപ്പൊ അതെല്ലാവരും ഒന്ന് മൈൻഡിൽ വെക്കുക. പെരേറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറയും, 80-20 റൂൾ എന്ന് പറയാം. 80:20. അത് ലൈഫിൽ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക എല്ലാവരും. അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് കുറച്ച് ഡിലേ ആയി പോയിട്ടുണ്ട്. ഹൗ ടു റിമൂവ്, ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ പോയിന്റ് വെച്ച് പോയതാണ്, പിന്നെ ലൈഫിൽ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ അങ്ങനെ നീണ്ടു പോയതാട്ടോ. കണക്ട് ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഏതായാലും നമ്മൾ പോയിന്റുകൾ ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് പോവാം. ഒന്ന്, അണ്ടർസ്റ്റാൻഡ് വൈ യു പ്രൊക്രാസ്റ്റിനേറ്റ്, എന്തുകൊണ്ടാണ് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുക. രണ്ടാമത്തത്, ബ്രേക്ക് ടാസ്ക് ഇൻറ്റു മൈക്രോ ടാസ്ക്, ചെറിയ ടാസ്കുകളാക്കി മാറ്റിയിട്ട് തുടങ്ങി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ബാക്കി മുന്നോട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റും. പിന്നെ യൂസ് ദി 5 മിനിറ്റ് റൂൾ. ഒരു 5 മിനിറ്റ് 25 മിനിറ്റ് വർക്ക് ചെയ്താൽ 5 മിനിറ്റ് ബ്രേക്ക് എന്നുള്ള രീതിയിൽ എടുക്കുക. അതേപോലെ തന്നെ 5 സെക്കൻഡ് റൂൾ ഉണ്ട്. മെൽ റോബിൻസിന്റെ 5 സെക്കൻഡ് റൂൾ ഉണ്ട്. അതാണ് നമ്മളൊരു കാര്യം തുടങ്ങാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നീട്ടി വെക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ എണീച്ചിട്ട് 1 2 3 4 5 ഗോ എന്ന് പറഞ്ഞിട്ട് ആ പരിപാടി അടുത്ത് തുടങ്ങാം. ബാക്കിയൊക്കെ അവിടെ മാറ്റി വെക്കുക. പിന്നെ റീപ്രോഗ്രാം ചെയ്യാനുള്ള അഫർമേഷൻസും വിഷ്വലൈസേഷനും. അഫർമേഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. ഐ ആം ഇൻ കൺട്രോൾ ഓഫ് മൈ ടൈം ആൻഡ് എനർജി. ഐ ഡു വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ്. ഐ ആം കൺസിസ്റ്റന്റ്, കോൺഫിഡന്റ് ആൻഡ് ഇൻ കൺട്രോൾ. ഐ ഫിനിഷ് വാട്ട് ഐ സ്റ്റാർട്ട്. ഐ എൻജോയ് ടേക്കിംഗ് ആക്ഷൻസ്. ഐ ടേക്ക് ആക്ഷൻ നൗ നോട്ട് ലേറ്റർ. ഇതേപോലെയുള്ള അഫർമേഷൻസ് ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ കറക്റ്റ് ആയിട്ട് ഒരു ലോങ് ടേം ഗോളുകൾ കറക്റ്റും എഴുതി സെറ്റാക്കി വിഷൻ ബോർഡ് ചെയ്തിട്ട് ഡെയിലി വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഡെയിലി നമ്മളുടെ ഇമോഷൻസോട് കൂടിയിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുപോലെ എല്ലാം സ്കെഡ്യൂൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ടു ഡു ലിസ്റ്റ് പോലുള്ള കാര്യങ്ങൾ, കലണ്ടർ പോലുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ടു ഡു ലിസ്റ്റ് ചെയ്തിട്ട് എഴുതി വെക്കാൻ ശ്രമിക്കുക. പിന്നെ റിമൂവ് ഡിസ്ട്രാക്ഷൻസ് ഓർ ക്ലട്ടർ യുവർ എൻവയോൺമെന്റ്. അപ്പൊ നമ്മൾ ഇരിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാവും. നമ്മളുടെ ടേബിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ടേബിള് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇടുക. ബെഡ് ഉള്ളടത്ത് തന്നെ പോയിട്ട് ടേബിൾ ഇടുന്നതിന് പകരം പുറത്തേക്ക് ഏതെങ്കിലും റൂമിലേക്ക് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. കാരണം എന്താ അറിയോ, ആ റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം നമ്മൾ വർക്കിലായിരിക്കും എന്നുള്ള മെന്റാലിറ്റി നമ്മളെ മൈൻഡിൽ ഉണ്ടാവും. ബെഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടാൽ നമുക്ക് തോന്നും കുറച്ചേരം ഒന്ന് കിടന്നിട്ട് ഒന്ന് ഫോൺ നോക്കാന്നുള്ള ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ അതോടെ അന്നത്തെ പ്രൊഡക്ടിവിറ്റി തീർന്നു. ഇതുപോലെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കി വെക്കുക. നമ്മൾ ഫോക്കസ് മോഡ് ഓൺ ആക്കി വെക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. പിന്നെ റിവാർഡ് പ്രോഗ്രസ് നോട്ട് പെർഫെക്ഷൻ. ചെറിയ ടാസ്ക് ആണെങ്കിൽ പോലും 2 പേജ് ബുക്ക് വായിക്കുകയാണെങ്കിൽ പോലും ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്താലും ചെറിയൊരു എക്സസൈസ് ചെയ്താലും അതിനുള്ള ഒരു ബെനിഫിറ്റ്, ചെറിയൊരു നമ്മൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന രീതിയിൽ ചെറിയൊരു എമൗണ്ട് സേവിങ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞത് ഗെറ്റ് അക്കൗണ്ടബിലിറ്റി. ആരെങ്കിലും ഒന്നായിട്ട് കണക്ട് ചെയ്തിട്ട് അവരോട് ഒന്ന് ചോദിക്കാൻ പറയാം, ഞാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെന്ററെയോ അല്ലെ ഫാമിലി മെമ്പറെയോ ഫ്രണ്ട്സിനെ ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കാം. പിന്നെ മൈൻഡ്ഫുൾനെസ് ആൻഡ് എനർജി മാനേജ്മെന്റ്. നമ്മൾ പാസ്റ്റിലുള്ള കാര്യങ്ങളിലേക്കും പ്രസന്റ് ഫ്യൂച്ചറുള്ള കാര്യങ്ങളിലേക്കും ശ്രദ്ധിക്കുന്നതിന് പകരം ഈ നിമിഷത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് എന്ത് ആക്ഷൻ ഫ്യൂച്ചർ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ആക്ഷൻ ആണ് ഇന്ന് എടുക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് ആക്ഷൻസ് എടുക്കാം. പിന്നെ നല്ല സ്ലീപ്പ്, അങ്ങനെ ഉറക്കം ക്ലിയർ ഔട്ട് ചെയ്യുക. ഒരു 7 മണിക്കൂറെങ്കിലും മിനിമം ഉറക്കം റെഡിയാക്കി എടുക്കുക. പിന്നെ നല്ല ഭക്ഷണം കഴിക്കുക, എക്സസൈസ്, മെഡിറ്റേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഓരോ ദിവസവും അവസാനിപ്പിക്കുന്നത് അടുത്ത ദിവസം ആദ്യം ചെയ്യേണ്ടത് അന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ചിന്തിച്ചു ഒന്ന് ടിക്ക് ചെയ്ത് നോക്കുക. അതേപോലെ അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത ദിവസം തുടങ്ങാനുള്ള എന്തെങ്കിലും ഒരു മെത്തേഡ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് പോകാനുണ്ടെങ്കിൽ ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കുന്ന പോലെയുള്ള ചെറിയ ടാസ്കുകൾ നേരത്തെ തന്നെ തലേ ദിവസം തന്നെ ചെയ്തു വെക്കുക. പിന്നുള്ളതാണ് റിഫ്ലക്ട് വീക്ക്ലി. എല്ലാ വീക്കിലും നമ്മൾ ഡെയിലി ചെയ്യുന്ന പ്രോസസ്സ് വീക്ക്ലി ഒന്ന് ചെക്ക് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പഠിച്ച്, എന്റെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് എത്ര പൈസ കയറിയിട്ടുണ്ട്, എത്ര ദിവസം ഞാൻ ബുക്സ് വായിച്ചിട്ടുണ്ട്, എത്ര ഗ്രോത്ത് എന്റെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്, എന്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ ആക്ഷൻസ് ഞാൻ എടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒന്ന് അനലൈസ്, സെൽഫിനെ കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്യുക. സെൽഫ് പെർഫോമൻസിനെ കുറിച്ച് ഒന്ന് എല്ലാ വീക്കിലും ഒന്ന് അനലൈസ് ചെയ്യുക. അത് നിങ്ങൾ എല്ലാ വീക്കിലും അങ്ങനെ 4 വീക്ക് ചെയ്ത 1 മാസമായി. ഇതേപോലെ 12 മാസങ്ങൾ ചെയ്ത ഓരോ ദിവസവും നമ്മൾ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ 1 വർഷം അടിപൊളിയായിരിക്കും. 2 വർഷം ആകുമ്പോഴേക്കും നിങ്ങൾ എൻറ്റയർലി ഡിഫറെന്റ് പേഴ്സൺ ആയിട്ട് മാറിയിട്ടുണ്ടാവും. നിങ്ങളെ അതിന്റെ മുന്നേ കണ്ട ആളുകൾക്ക് നിങ്ങളെ കണ്ടാൽ തിരിച്ചറിയ പോലില്ല. തിരിച്ചറിയില്ല മീൻസ്
നിങ്ങളുടെ ലുക്സ് കൊണ്ട് മാറിയിട്ടുണ്ടാവും, നിങ്ങളുടെ വരുമാനം കൊണ്ട് മാറിയിട്ടുണ്ടാവും, അറിവ് കൊണ്ട് മാറിയിട്ടുണ്ടാവും, നിങ്ങളുടെ ഇൻഫ്ലുവൻഷ്യൽ പവർ മാറിയിട്ടുണ്ടാവും. എൻ്റെ ഡിഫറെന്റ് പേഴ്സണാലിറ്റി ആയിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. എല്ലാവർക്കും, ഒരാളെന്നല്ല, ഇവിടെ എല്ലാവർക്കും മാറാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് ഡിലേ ആയി പോയിട്ടുണ്ടെങ്കിൽ സോറി. 1.5 മണിക്കൂറായി. ചില ആൾക്കാരെ കറണ്ട് പോകുന്നുണ്ട്, വരുന്നുണ്ട്, ഒക്കെ അവിടെ കാണുന്നുണ്ട്. ഏതായാലും താങ്ക് യു സോ മച്ച്. ഈ ഇന്നത്തെ സെഷന് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ, ആദ്യമൊക്കെ ഇങ്ങനെ ചെറിയൊരു ഡിലേ ഒക്കെ വന്നിന്, പിന്നെ ഫ്ലോ സ്റ്റേറ്റ് ആയിട്ട് വന്നിക്കെന്ന് തോന്നുന്നു, കുറെ കഥകളും കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ ആയിട്ട്. അപ്പം ആർക്കെങ്കിലും ഇന്നത്തെ സെഷനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകളോ ഫീഡ്ബാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അറിയിച്ചേട്ടോ. ഒന്ന് ഇവിടെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ, അൺമ്യൂട്ടിങ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. വിഷ്ണ നോക്കിട്ടോ. ആ വിഷ്ണ ഓക്കെ. ആഡ് ചെയ്യാണ്ട് ആഡ് ചെയ്തോളൂ. നല്ല ക്ലാസ് തന്നെയായിരുന്നു. എനിക്ക് ഇടയ്ക്ക് സാറിന് ഇന്ന് എന്തോ ഒരു ഇൻഡ്യൂഷൻ കിട്ടിയെന്ന് തോന്നുന്നു. എനിക്ക് റേഞ്ച് ഇഷ്യൂ ഉണ്ടാവുന്നത്. പൊതുവേ ഞാനാണ് റെക്കോർഡ് ചെയ്യാറ്. സാറ് വരുന്ന സാറിനെ റെക്കോർഡ് ചെയ്തോളാം. ഇന്ന് എന്തോ നല്ലൊരു റേഞ്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങോട്ട് വൈഫൈ കട്ടാവുന്നുണ്ട്, റേഞ്ച് ഫോണിൽ റേഞ്ച് കട്ടാവുന്നില്ല. നിങ്ങൾ എന്താണ് പറഞ്ഞ സത്യാട്ടോ, നിങ്ങൾ പറഞ്ഞ സത്യമാണ്. ഞാൻ ആദ്യം വിചാരിച്ചു, രാവിലെ ഒക്കെ വിചാരിച്ചു നിങ്ങൾ റെക്കോർഡ് ചെയ്യലോന്ന്. എനിക്ക് ഇങ്ങനെ ഇന്ന് ഇതൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് ഇരുന്ന സമയത്ത് എനിക്ക് തോന്നി ഞാൻ തന്നെ ഓപ്പൺ ആക്കാന്ന്. അങ്ങനെ തോന്നിയപ്പോ ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ ഓപ്പൺ ആക്കിക്കോളാം ലിങ്ക് എന്ന് പറഞ്ഞതാ. അപ്പൊ എന്തോ ഭാഗ്യം കൊണ്ട് നിങ്ങൾ അവിടെ 2-3 പ്രാവശ്യം കറണ്ട് പോയത് ഞാൻ കണ്ടു. ഞാൻ നല്ലോണം ലോഗ് ഔട്ട് ആയിരുന്നു. കുഴപ്പമില്ല. ഇപ്പൊ എല്ലാവരും മടിയൊക്കെ മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ അല്ലെ? കേട്ട് വിടാതെ നമ്മളെപ്പോഴും പറയില്ലേ, മോട്ടിവേഷന്റെ ഒരു പ്രശ്നം, നമ്മൾ ആ കേട്ട എനർജി 2 ദിവസം ഉണ്ടാവും. അത് എന്നും നിലനിർത്താൻ വേണ്ടി ശ്രമിക്കാം. എന്തായാലും നമുക്കൊരു മോട്ടിവേഷൻ ആവശ്യമാണ് ലൈഫിൽ. എന്ത് ആക്ഷൻ എടുക്കണമെങ്കിലും, ഇപ്പൊ ഇരുന്ന സ്ഥലത്ത് എനിക്ക് ഇരിക്കണമെങ്കിലും എനിക്കൊരു മോട്ടിവേഷൻ വേണം, ഒരു മോട്ടീവ് എനിക്ക് വേണം. അപ്പൊ അത് ഒരു ക്ലാസ് കേട്ട് 2 ദിവസം ചെയ്ത് നോക്കാന്നല്ലാതെ ലൈഫിലൊരു പാർട്ടായിട്ട് എടുക്കാം. ഇപ്പൊ സാറ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർത്ത് വെച്ച് ചെയ്യണം എന്നല്ല പറയുന്നത്. എന്തെങ്കിലും കുഞ്ഞ കാര്യങ്ങൾ ചെയ്തു വെക്കുക. മടി മാറ്റാൻ ഞാൻ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾ ആ സാഹചര്യം ഒരുക്കി വെക്കുക. ഇപ്പൊ എന്തെങ്കിലും ബുക്ക് വായിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ബുക്ക് ടേബിളിൽ കൊടുന്ന് വെക്കുക. അല്ലെങ്കിൽ കാര്യങ്ങളാണെങ്കിൽ നമ്മളത് ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്തു വെക്കുക. സാഹചര്യം ഒരുക്കി വെക്കുക എന്നുള്ള സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ പഠിക്കുന്ന ആരും അത് സമ്മതിച്ചില്ല. കുട്ടികൾക്ക് പ്രാന്താണ് ചോദിക്കാം. നല്ല മോർണിംഗ്, ഏർലി മോർണിംഗ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഒരു 5-5 മണി ആ സമയത്ത് കിച്ചണിൽ ഇരുന്നിട്ട് പഠിക്കാം. നല്ല എനിക്കിഷ്ടമാണത്. അവിടെ നല്ല തണുപ്പുണ്ടാവും, പുറത്ത് കാറ്റ് നമുക്ക് ഡയറക്റ്റ് കിട്ടുമല്ലോ. അപ്പൊ ഞാൻ തലേന്ന് നൈറ്റ് കിച്ചൺ ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ടാവും. അത് എപ്പോഴും എൻ്റെ കൂടെ കൊണ്ടുവന്ന ശീലമാണ് കേട്ടോ. ചിലപ്പോൾ കിടക്കാൻ ലേറ്റ് ആവും, എന്നിരുന്നാലും കിച്ചണിൽ ഇറങ്ങുന്ന സമയത്ത് കംപ്ലീറ്റ് അവിടെ ക്ലീൻ ആയി കാണണം. പിറ്റേ ദിവസം അവിടെ പോയിരുന്ന് പഠിക്കാനുള്ളതാണ്. ടേബിളിനെ പോലെ എനിക്ക് കിച്ചൺ കാണണം, വൃത്തിയായിട്ട് കാണണം. അപ്പൊ അത് തലേന്ന് തന്നെ ഒരുക്കി വെക്കും. പിറ്റേ ദിവസം നമുക്ക് മോർണിംഗിന് പഠിക്കാൻ ഒരു സാധനം കിട്ടും. കാൽച്ചായൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ എനിക്ക് കംഫർട്ട് കിട്ടലുണ്ട്. അപ്പൊ അതുപോലെ സാഹചര്യം ഒരുക്കി വെക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. പിന്നെ ഉള്ളതാണ് കുറേ കാര്യങ്ങള് എന്താ പറയാ ചെയ്യാനുണ്ടല്ലോ എന്നുള്ള ടെൻഷൻ ഇട്ട് നടക്കുമ്പോൾ പറ്റുന്ന സമയത്ത് എല്ലാ ടാസ്കും തീർക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പൊ എന്റെ കേസിലൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എന്തെങ്കിലും എഴുതിയിടണം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ബസ് എന്നാണ് അധികം എഴുതല്. ബസ്സിൽ ഇപ്പൊ വേറെ പണിയൊന്നുണ്ടല്ലോ, ഒന്നുകിൽ എടുത്തില്ലാണ് സംസാരിക്കുക. ഇപ്പൊ തിരക്കാണെങ്കിലും എന്റെ മൈൻഡിൽ ആ സാധനം നിൽക്കണം, ഈ പോസ്റ്റുകളിലെ കണ്ടന്റ്. അപ്പോഴും നമ്മളോട് പ്രൊഡക്റ്റീവ് ആണ്. ചിലപ്പോ ബസ്സിൽ ക്യൂ നിൽക്കുന്ന സമയത്ത്, ബസ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത്, ഇനിയിപ്പോ അതെല്ലാം പുറത്ത് പോയിട്ട് നമ്മൾ എവിടെയെങ്കിലും പെട്ടുപോകല്ലോ, അതായത് ഒന്നും ചെയ്യാനില്ല, അപ്പോഴൊക്കെയാണ് എനിക്ക് ഇൻസ്റ്റഗ്രാമിലുള്ള കണ്ടന്റോ വേറെ എന്തെങ്കിലും കോട്ട എഴുതാനുള്ളതൊക്കെ വരില്ലേ. അപ്പൊ നമ്മൾ എവിടെയായിരുന്നാലും അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമല്ലോ ചെയ്യുക. ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കാം. പിന്നെ ചെറിയ എന്ന പോലെ നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. എന്ത് ഗ്രോത്തിലേക്കുള്ള കാര്യമായാലും ഇതിന്റെ ജേണിയും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. വേറെ ഒരു കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എന്താണോ എൻ്റെ കയ്യിലുള്ളത്, എന്താണോ എനിക്ക് കിട്ടിയ അറിവ്, ഞാൻ നിങ്ങളൊക്കെ പോലെ ഒരു ഫ്രീ ക്ലാസ്സിൽ ഇരുന്ന് അവിടുന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ ലൈഫിൽ ചെയ്ത് ഇവിടെ വന്ന ആളാണ്. അല്ലാണ്ട് വേറെ സംഭവങ്ങൾ കൊണ്ട് എത്തിയതോ ഒരു ഇന്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്തോ ഒന്നും എത്തിയതല്ല. ഞാൻ എല്ലാ സെഷൻസിലും ജേണി പറയണതുകൊണ്ട് വീണ്ടും അത് പറയുന്നില്ല. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്, കേട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാം എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് എടുക്കാം. ആ ഒന്ന് വെച്ച് നമ്മൾ മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മാറാൻ പറ്റും. പിന്നെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനിൽ ആഡ് ചെയ്തൊരു പോലെ ഞാൻ ചെയ്യുന്ന കാര്യമാണ്, നമ്മൾ നല്ലോണം വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് കുറച്ചധികം സമയം ഫ്രീ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക, നമ്മളെ സെൽഫ് ലവിൽ കാണിക്കുക, ബുക്ക് വാങ്ങിക്കൊടുക്കുക, ഇനി അതല്ലെങ്കിൽ ചെടി വാങ്ങുക, നിങ്ങൾക്ക് എന്താണോ കണക്ട് ആവുന്നത്. അപ്പൊ എനിക്ക് ബുക്ക്, ചെടി, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുക, എന്തെങ്കിലും സാധനം വാങ്ങുക, അല്ലെങ്കിൽ പുതിയ പാത്രം വാങ്ങുക ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് അതൊക്കെയാണ് കണക്ട് ആവുന്നത്. ഞാൻ അതാണ് ചെയ്യാറ്. ഭയങ്കര സന്തോഷം വന്നു കഴിഞ്ഞാൽ പുതിയ റെസിപ്പി ട്രൈ ചെയ്യാം. അപ്പൊ അതുപോലെ ഓരോരുത്തർക്കും ഓരോ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അപ്പൊ അത് കണ്ടെത്തിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇനി ഞാനും കുറെ പറയുന്നില്ല സാർ, ഓൾറെഡി ലേറ്റ് ആണ്. ഇനി നിങ്ങളെ ഭാഗത്ത് ഫീഡ്ബാക്ക് ഒക്കെ പറയാം. നമ്മള് സെമിറ മാമോ നാജി മാം ഒക്കെ ഓൾമോസ്റ്റ് സമയമൊക്കെ വീഡിയോ മോഡിൽ ഉണ്ടായിരുന്നു. സത്യൻ സാറൊക്കെ നിങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളിയായിരുന്നു. കറക്റ്റ് ആ ഒരു സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ വീഡിയോ മോഡിൽ ഇരുന്നോണ്ട്. അപ്പോൾ നിങ്ങളെ ഫീഡ്ബാക്ക് എന്താണ്?
കണക്ട് ആയിട്ടുണ്ടായിരുന്നോ? ഇനി ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടോ? സമീറ മാം. ഹലോ. ആക്ച്വലി ഇങ്ങനത്തെ സെഷൻസ് ഒക്കെ നമ്മൾക്ക് പെയ്ഡ് സെഷൻസ് ആയിരിക്കും. പക്ഷേ താങ്ക് യു സോ മച്ച്. ഒരു ഫ്രീ സെഷൻ ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് തന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും ഈ പ്രോക്രാസ്റ്റിനേഷൻ്റെ ഒരു വലിയ ആൾ തന്നെയാണ്. ഞങ്ങൾക്ക് ഭയങ്കര മടിയാണ്. എല്ലാം ഇങ്ങനെ നാളെ നാളെ. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും താങ്ക്സ് എ ലോട്ട് സർ, ഇങ്ങനെ ഒരു സെഷൻ കണ്ടക്ട് ചെയ്തതിൽ. കാരണം എന്നെ പോലെയുള്ളവർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഫ്രീ സെഷൻ ആണെങ്കിൽ കൂടെ ഇത്രയും സമയം സർ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അൽഹംദുലില്ലാ, അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. വളരെ ഇനിയും ഈ ക്ലാസ്സിൽ കയറുന്നതായിരിക്കും ഇൻഷാ അല്ലാ. താങ്ക് യു സമീറ, താങ്ക് യു. താങ്ക് യു മാം. പിന്നെ അത് പറഞ്ഞ പോലെ അത് പറയാൻ മറന്നുപോയി. പിന്നെ നമ്മളുടെ പ്രോഗ്രാംസ്, പെയ്ഡ് പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ. ഈ ടോപ്പിക് മാത്രമല്ല, പല ടോപ്പിക്കുകളുണ്ട്. യുണീക്നെസ് ഫെസ്റ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം വരുന്നുണ്ട്. അടുത്ത ഓഗസ്റ്റ് 10 ആണ്. അതേപോലെ അതെ, അവര് നമ്മള് യുണീക്ക് കിഡ്സിന് വേണ്ടി എൻക്വയറി നടത്തി അങ്ങനെ കയറിയതാണ് ഗ്രൂപ്പില്. സമീറ മാം. എനിക്ക് 3 കുട്ടികളുണ്ട്. അപ്പൊ എനിക്ക് കാലിക്കറ്റ് വരെയും വരണം. അപ്പൊ എനിക്ക് പിള്ളേരെ വരണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. എറണാകുളത്ത് നിന്ന് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. നോക്കി മാം, നോക്കി. എന്താ അറിയോ, ഇപ്പൊ ഈ ഓൺലൈനിലുള്ള എനർജി അല്ല. സത്യൻ സാറിനൊക്കെ അറിയാം, അവിടെ വരുന്ന ആൾക്കാർക്ക് അറിയാം നമ്മുടെ പ്രോഗ്രാമിന്. ഓൺലൈനിലുള്ള എനർജിയേ അല്ല ഓഫ്ലൈനിൽ ഉണ്ടാവുക. ഓരോരുത്തരും, എന്റെ കാര്യം മാത്രമല്ല കേട്ടോ, അവിടെ വരുന്ന ഓരോരുത്തരും ആ ഒരു എനർജി. കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ രീതിയിലുള്ള ഒരു സെറ്റിംഗ് ചെയ്യാനുള്ള ഒരു മെഡിറ്റേഷൻ ഒക്കെ തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആ ഒരു വൈബ്രേഷനിൽ നിങ്ങൾ എന്നെ ട്രാൻസ്ഫോം ആവും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്ന് പ്രോഗ്രാമിന് പോയതിൽ എന്റെ ചിന്താഗതി മൊത്തം മാറിയെന്ന്. ഞാൻ ഒരാൾക്ക് പോലും ക്ലാസ് എടുക്കാത്ത ആളാണ് ചിന്തിക്കുന്നത് എന്ത്, 100-600 ആൾക്കാരുള്ള പ്രോഗ്രാം നടത്തണം. 100 ആൾക്കാരിലൊന്നും ഇപ്പോഴും എത്തിയില്ല, 150 ആൾക്കാർക്ക് എത്തിക്കുന്നല്ലോ. സൂറ മാം ഒക്കെ ഇവിടെ പറയണ്ട, അടിപൊളിയാണ്. താങ്ക് യു കേട്ടോ, താങ്ക് യു. ഏതായാലും സമീറ മാം, താങ്ക് യു സോ മച്ച്. വേറെ ആരാണ് പറയാനുള്ളത്? പറഞ്ഞോളൂ. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നാജിയ. ഇസ്ലാം ഞാൻ സ്റ്റുഡൻ്റ് ആണ്. പ്ലസ് ടു കഴിഞ്ഞു. വീട് വയനാട്ടിലാണ്. അപ്പോൾ എനിക്ക് എന്താ പറയേണ്ട അറിയില്ല. എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഷമീമ മാമാണ് എനിക്ക് ലിങ്ക് അയച്ചു തന്നത്. അപ്പോൾ ഞാൻ വേഗം ജോയിൻ ചെയ്തു. എനിക്ക് വാക്കുകളില്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു സാറ് ക്ലാസ്. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സാർ. പിന്നെ സർ, മിസ്സിന് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സെഷൻസിന് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞത്, എത്ര തിരക്കാണെങ്കിലും മിസ്സിനൊക്കെ വലിയ താങ്ക്സ് ഉണ്ട്. താങ്ക് യു സമീറ മാം. താങ്ക് യു നാസിയ മാം. നെക്സ്റ്റ് ആരാണ് ഫീഡ്ബാക്ക് തരാൻ പറയുന്നത്? താങ്ക് യു കേട്ടോ, താങ്ക് യു. ആർക്കും പറയട്ടോ, എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാട്ടോ. സഫ്വാന മാം എന്തെങ്കിലും പറയാണ്ടോ? സത്യൻ സാർ, റിഷാദ് ഭായി ചെയ്തിട്ടുണ്ട്. എന്താ പറയാമെന്നാണ് റിഷാദ് ഭായി? സാറേ, അടിപൊളി ക്ലാസ് ആയിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ മോഡ് ഓൺ ആക്കാൻ, ഞാൻ അവിടെ ഷോപ്പിലാണ്. അപ്പൊ വീഡിയോ മോഡ് ഓൺ ആക്കാനും ഇതിനൊന്നും കഴിയൂല. ഇടയ്ക്ക് കസ്റ്റമറൊക്കെ കയറി വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. പിന്നെ എന്താ പറയാ, അടിപൊളി നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് മിസ്സിനോട് ഞാന് പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും, എന്താണ് അപ്ഡേഷൻ ഉണ്ടോ ഇതുണ്ടോ പറഞ്ഞാണ്ട്. എന്താ എനിക്ക് പറഞ്ഞ ഒറ്റ മിനിറ്റ് ക്ലാസ്സിലാ 20 ബക്സ് തരാം. നാളെ അത് ഷോപ്പിലാണ്. എന്താ ഇടയ്ക്ക് ഇങ്ങനെ ചങ്ങായിമാരൊക്കെ ഇങ്ങനെ വരും, എന്താ പറയുക നാളെ ഇത് ക്ലാസ് പരിപാടിയൊക്കെ എന്ത് ക്ലാസ് ആണെന്ന് ചോദിച്ചാണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിസ്നന്റെ ഇത് എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, എന്താണ് തുടങ്ങിയില്ല ഇതായില്ലേ. എന്താ പലപ്പോഴും ഓരോട് ഞാൻ ഇത് നോണ അറിയില്ലാണ്, ഞാൻ അവിടെയാണ് ഇവിടെയാണ്. എനിക്ക് ആ മെഡിറ്റേഷന്റെ ഒരു കാര്യം തന്നെ എന്താ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയില്ല. പക്ഷെ അത് ഇവരുടെ ഒരു ആത്മാർത്ഥത, എന്താ പറയാ, മീൻസ് അടിപൊളിയാണ്. നല്ല ക്യാരക്ടറും പിന്നെ സാറായാലും ഒക്കെ സെറ്റാണ്. എന്തായാലും സാറായി നല്ലൊരു പരിപാടിയായിരുന്നു. താങ്ക് യു. പക്ഷേ ഇത് നമ്മളെ ഫസ്റ്റത്തെ റിഷാദ് സാറാ, ബാച്ചിത്തെ അല്ല. മനസ്സിലായി. എനിക്ക് സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായി.
ആ അസ്സലാമു അലൈക്കും. വേറെ അലൈഹിസ്ലാം മനസ്സിലായി പറഞ്ഞോളി. വളരെ ഗംഭീരമുണ്ട്. കഴിഞ്ഞ ആഴ്ച മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിപ്പോ രണ്ടാമതാണ്. നിങ്ങളെ ക്ലാസ് ഇങ്ങനെ ഒരു സെക്ഷൻ ഫ്രീ ആയിട്ട് കിട്ടിയതും അങ്ങനല്ല ഈ രീതിയിൽ ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്ത് സംസാരിച്ചതിലും വളരെ സന്തോഷം. നല്ല ഏതായാലും മാക്സിമം അടുത്ത ആഴ്ചയും പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ്. ഒരു പോസിറ്റീവ് ഇതുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു അനുശ്രീ, താങ്ക് യു സോ മച്ച്. വേറെ ആരാണ്? സത്യൻ സാർ. സാർ പിന്നെ സ്ഥിരമായിട്ട് വരുന്നതുകൊണ്ട് എന്താ പറയേണ്ടതെന്നുള്ളത്. ഒന്നുമില്ല സാറേ, നല്ല ക്ലാസ് തന്നെയാണ്. എല്ലാം വളരെ ഉപകാരപ്രദമാണ്. പുതിയ ആള് പറയട്ടെ. താങ്ക് യു സർ. സഫാന മാം. താങ്ക് യു സർ. ഇത് നമ്മളുടെ ഷാർജയിലുള്ള സഫാന മാം ആണോ അല്ലെ വേറെ ആളാണോ? സഫാന ഡോക്ടർ ആണത് അല്ല പുതിയ ആളാണോ? വേറെ ആളാന്ന് തോന്നുന്നു. വേറെ ആർക്കാ പറയാനുള്ളത്? പറഞ്ഞോളൂ. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ സംസാരിക്കാട്ടോ. മുസ്തഫ സർ വീഡിയോ മോഡിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ ചോദിച്ചോളൂ. എനിക്കൊന്ന് നേരത്തെ ഒരു ഡ്രൈവിംഗിലായിരുന്നു തോന്നുന്നു. ആ നമ്മളെ ഹാപ്പി ഡേയ്സിന് ഞാൻ ഷെയർ ചെയ്തില്ലായിരുന്നു. ഒരു ഓൺടർപ്രണർ ആണെന്നൊക്കെ പറഞ്ഞിട്ടില്ല, അവരാണത്. ഓക്കെ സാറാണല്ലേ. ഓക്കെ നിങ്ങളന്ന് പറഞ്ഞിരുന്നത്. ഞാനേ മൈക്ക് ഓണാക്കാൻ ഇവിടെ കുട്ടി കരയാ. ഓക്കെ സാർ. ഓക്കെ ഞാൻ നിങ്ങളെ പുതിയ കോഴ്സിന് ചേരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. നമ്മളെ യൂണിക് ആണോ? ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിനാണോ? അതെ. ഓക്കെ സാർ. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളിട്ടെ. ഇപ്പൊ ക്ലിയർ ചെയ്യണേ ഞാൻ ക്ലിയർ ചെയ്താൽ പ്രശ്നമല്ല. ഡൗട്ട് പറയുമ്പോഴേ ഞാൻ കുറെ ട്രെയിനേഴ്സ് ട്രെയിനൊക്കെ കഴിഞ്ഞതാണ്. നമ്മളൊന്ന് നിങ്ങളിപ്പോ പറഞ്ഞ പോലെ നീട്ടി വെക്കലും മാറ്റി വെക്കലൊക്കെയാണ് പ്രശ്നം. ആയിട്ടില്ല നമുക്ക് ആയിട്ടില്ല എന്നുള്ള ചിന്തയാണേ. അല്ലല്ല, അതിലാവുമ്പോ ആകുന്ന സമയം ഇത് നമ്മളിപ്പോ ഇങ്ങനെ സംസാരിച്ച് പോവല്ലോ. പക്ഷെ മറ്റേത് നിങ്ങൾക്ക് ഡെയിലി ടാസ്കുകൾ, ചെറിയ കുറച്ച് ടാസ്കുകൾ തരും. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യാനുള്ള അത് നമ്മൾ തന്നെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ അക്കൗണ്ടബിലിറ്റി വേണമെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഒരു പോയിന്റ് ആരെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യാൻ ഏൽപ്പിക്കണമെന്ന്. ആ രീതിയിൽ നമ്മൾ ഡെയിലി നമ്മൾ തരുന്ന ടാസ്കുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോന്ന് ഡെയിലി നിങ്ങളുമായിട്ട് ഫോളോ അപ്പ് ചെയ്യും. അത് നിങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ പുറകെ കൂടും. അത്ര തന്നെ. നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചിട്ടേ നമ്മൾ അടങ്ങുള്ളൂ. ഇതിന്റെ കുറെ പേഴ്സണൽ ബ്രാൻഡിങ്ങും ഒക്കെ പറഞ്ഞിരുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, പേഴ്സണൽ ബ്രാൻഡിങ് ഉണ്ട്. അതേപോലെ നമുക്ക് ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ പോലും ട്രെയിനിങ് ഫീൽഡിലേക്ക് വരുന്നതിന് കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്താൽ നിങ്ങളെ ബിസിനസ്സും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ ഏത് മേഖലയാണ് ബിസിനസ് നടക്കുന്നത്? ഞാൻ ഫുഡ് റിലേറ്റഡ് ആണ്. ഫുഡ് റിലേറ്റഡാ? ഓക്കെ ഹാപ്പി ഡേയ്സ് എന്നൊരു ബ്രാൻഡാണ്. ഓക്കെ എവിടെയാണ് നിങ്ങൾ? ദുബായിലാ? എവിടെയാണ്? യുഎഇലാ? നാട്ടിലെ ചങ്ങരകുളം. നാട്ടിലാണ്. ഓക്കെ ആയിക്കോട്ടെ. സാറ് ജോയിൻ ചെയ്തോളൂ. ബാക്കി നമ്മളെ ബാക്കി നമ്മളെ ഏറ്റെടുത്തോളൂ. നമ്മളെ ഇമ്പ്രൂവ്മെന്റ് നമ്മളെ കടമയാണ്. നമ്മളെ പ്രോഗ്രാമിന് വന്ന ആർക്കും ഇതുവരെ ഇമ്പ്രൂവ്മെന്റ് ഇല്ലാണ്ടൊന്നും പോയിട്ടില്ല. നമ്മളെ കൈകൊണ്ട് മാത്രമല്ല, അതൊരു ഇതിലിങ്ങനെ നടക്കണം. സോഷ്യൽ മീഡിയ. ഓക്കെ നൈസ്. ഏതായാലും താങ്ക് യു സാർ. വേറെ ആരെങ്കിലും? ഷമി, ഫാസി, സമാസ് ആപ്പിൾ, അഹമ്മദ് ഷഹീം, നിദാഷറിൻ പി, സുഹറ, ഫാത്തിമത്ത് സുഹറ. 2 സുഹറ ഉണ്ടല്ലോ. ഫാത്തിമത്ത് സുഹറയുണ്ട്, സുഹ്റയുണ്ട്. മുർഷിദാങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? എക്സാം ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇരിക്കുക. ഒറ്റന്നോടി ചിരിക്കണൊക്കെ കേട്ടിട്ടുണ്ട്. വേറെ നല്ല കണക്ട് ആയെന്ന് തോന്നുന്നു. മുർഷിദ് ഇടക്കൊക്കെ കറക്റ്റ് ചിരിക്കണൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നോ? കണക്ട് ആയി. ഞാൻ കാര്യം ചെയ്യാം. ഞാനേ ഇത് ഓഫാക്കാം, മറ്റേ റെക്കോർഡിംഗ് ഓഫാക്കാം കേട്ടോ.